Hi dear friends, welcome back to AC Commerce Concepts by Aziza Fibinsha. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ മാനേജ്മെന്റിലെ നമ്മുടെ നാലാമത്തെ ഫംഗ്ഷൻ ആയിട്ടുള്ള ഡയറക്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഡയറക്ഷൻ അല്ലെങ്കിൽ ഡയറക്റ്റിംഗ്. ഓക്കെ, സോ ഡയറക്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഇന്റഗ്രേറ്റിംഗ് ദ പീപ്പിൾ വിത്തിൻ ദ ഓർഗനൈസേഷൻ so as to obtain their willing cooperation towards meeting the predetermined goal. നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ആളുകളെ അവരുടെ പ്രവർത്തനങ്ങളെ എല്ലാ രീതിയിലും ഇന്റഗ്രേറ്റ് ചെയ്യുക, കൂട്ടി യോജിപ്പിക്കുക എന്നതൊക്കെയാണ് നമ്മൾ ഈ ഡയറക്ഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഗോൾസ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇതിനെ ഒത്തിരി പേര് പല രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. തിയോ ഹൈമാൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. Directing consists of the process and techniques utilized in issuing instructions and making certain that operations are carried on ഒറിജിനലി പ്ലാൻഡ്. നമ്മൾ ഒറിജിനലി പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഡയറക്റ്റിംഗിൽ വരുന്നുണ്ട്. ഇതിൽ വരുന്നതാണ് സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലീഡർഷിപ്പ്. അപ്പൊ ഡയറക്ഷൻ ആണ് ആക്ച്വലി നമുക്ക് ദിശാബോധം നൽകുന്നത്. നമ്മുടെ സ്ഥാപനത്തിലെ ഓരോ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കുള്ള ഒരു കറക്റ്റ് ഗൈഡ് ലൈൻസ്, ഇൻസ്ട്രക്ഷൻ, ആ ഒരു ഡയറക്ഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഈ ഒരു ഫംഗ്ഷനിലൂടെയാണ്. അപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്ഷൻ എന്ന് പറയുമ്പം അതിൽ ഇന്റഗ്രേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻ ഗോൾസ്, അതായത് വ്യക്തികളുടേതായിട്ടുള്ള താല്പര്യങ്ങളും ഉണ്ടാവും, സ്ഥാപനത്തിൻ്റെതായിട്ടുള്ള താല്പര്യങ്ങളും ഉണ്ടാവും. അപ്പൊ ഇത് രണ്ട് വഴിക്ക് പോകാതെ രണ്ടിനെയും ഒരുമിച്ച് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഡിസിഷൻ മേക്കിംഗ് പാർട്ടിസിപ്പേറ്റ്, അതായത് സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ ഇടയിൽ തന്നെ അല്ലെങ്കിൽ സ്ഥാപനത്തിലെ സ്റ്റാഫുകൾക്ക് തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ സ്ഥാപനത്തിന്റെ ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒരു പാർട്ടായിട്ട് മാറാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് അവിടെയുള്ള മാനേജ്മെന്റ് അവർ എന്ത് ചെയ്യുന്നുണ്ട്, മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതോറിറ്റി നല്ല രീതിയിൽ ഡെലിഗേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇപ്പൊ വർക്ക് ലോഡ് ഒക്കെ കാരണം എല്ലാ സൂപ്പർവൈസേഴ്സിനും അവരുടെ ജോലികളിൽ ശ്രദ്ധിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അവർക്ക് അവരുടെ ഇമ്മീഡിയറ്റ് സബോർഡിനേറ്റ്സിന് അവരുടെ ജോലി എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഡെലിഗേറ്റ് ചെയ്ത് അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. നല്ല രീതിയിൽ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, റൈറ്റ് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ്, യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹെൻറി ഫയോളിന്റെ ഒരു പ്രിൻസിപ്പിൾ ആണ് യൂണിറ്റി ഓഫ് കമാൻഡ്. കാരണം അതിൽ പറയുന്നത് എന്താ വെച്ചാൽ there should be one subordinate for one superior at a time. ഒരു സമയത്ത് ഒരു സബോർഡിനേറ്റ് ഒരു സുപ്പീരിയറുടെ കയ്യിൽ നിന്ന് മാത്രമേ ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. പിന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ ടെക്നിക്സ്, ഇതിന്റെ ഫോളോ അപ്പ് കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഡയറക്ഷനിൽ വരുന്ന മെയിൻ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. പിന്നെ ഡയറക്ഷൻ ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. കൺസൾട്ടേറ്റീവ് ഡയറക്ഷനും ഉണ്ട്, അതേപോലെ തന്നെ ഫ്രീ റെയിൻ ഡയറക്ഷനും ഉണ്ട്. അപ്പൊ കൺസൾട്ടേറ്റീവ് ഡയറക്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു മെത്തേഡിൽ ദ സൂപ്പർവൈസർ ഹാസ് കൺസൾട്ടേഷൻ വിത്ത് ദ സബോർഡിനേറ്റ്സ് ബിഫോർ ഇഷ്യൂയിങ് ഡയറക്ഷൻ. ഡയറക്ഷൻ കൊടുക്കുന്നതിന് മുന്നേ തന്നെ ആ ഒരു സൂപ്പർവൈസറിന്റെ അണ്ടറിലുള്ള സബോർഡിനേറ്റ്സുമായിട്ട് ഒരു കൺസൾട്ടേഷൻ, ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ദ കൺസൾട്ടേഷൻ ഈസ് മെയ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഫീസിബിലിറ്റി, എൻഫോഴ്സിബിലിറ്റി ആൻഡ് നേച്ചർ ഓഫ് പ്രോബ്ലം. അതായത് ഈ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട ആ ഒരു ഇതിന്റെ സൊല്യൂഷനുള്ള നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുന്ന ആ ഒരു സൊല്യൂഷൻ, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്കിന്റെ ആ ഒരു ഫീസിബിലിറ്റി എന്തോരം ഉണ്ട്, അത് എന്തോരം നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും, പ്രോബ്ലത്തിന്റെ നേച്ചർ, ഇതൊക്കെ നമുക്ക് ആ ഒരു സബോർഡിനേറ്റ്സുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ബിഫോർ ഡയറക്ഷൻ. ഫ്രീ റെയിൻ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അണ്ടർ ദീസ് ടെക്നിക് ദ സബോർഡിനേറ്റ് ഈസ് എൻകറേജ് ടു സോൾവ് ദ പ്രോബ്ലം ഇൻഡിപെൻഡന്റ്. അതായത് ഇവിടെ സബോർഡിനേറ്റ്സ് എന്ത് ചെയ്യാണ്, അവർക്ക് പൂർണ്ണ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് എന്ത് തീരുമാനങ്ങൾ എടുക്കാനും അത് എൻഫോഴ്സ് ചെയ്യാനൊക്കെ ഉള്ള ഒരു പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. അതിൽ മാനേജ്മെന്റ് ഇടപെടുന്നേ ഇല്ല. ദ സബോർഡിനേറ്റ് ഷുഡ് ടേക്ക് ഇനീഷ്യേറ്റീവ് ടു സോൾവ് പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സബോർഡിനേറ്റ് തന്നെയാണ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. അവിടെ മാനേജ്മെന്റിന്റെ രീതിയിലുള്ള ഇന്റർവെൻഷൻസ് ഒന്നും വരുന്നില്ല. പിന്നെ വരുന്നതാണ് ഓട്ടോക്രാറ്റിക് ഡയറക്ഷൻ. ഇതെന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ഫ്രീ റെയിൻ ഡയറക്ഷൻ. The supervisor command his subordinates and he has close supervision for them. അതായത് ഇവിടെ സൂപ്പർവൈസർ എന്ത് ചെയ്യാൻ ചെയ്യുന്ന വെച്ചാല് എല്ലാ തീരുമാനവും അവര് തന്നെയാണ് എടുക്കുന്നത്. ഒരു രീതിയിലും സബോർഡിനേറ്റ്സിന് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും ആരാണ് എടുക്കുന്നത്, സൂപ്പർവൈസർ തന്നെയാണ് തീരുമാനം എടുക്കുന്നത്. അവിടെ സബോർഡിനേറ്റ്സിനോട് ചോദിക്കുകയോ സബോർഡിനേറ്റ്സിന്റെ തീരുമാനങ്ങൾ നോക്കുകയോ ഒന്നുമില്ല.
കംപ്ലീറ്റ് ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദ സൂപ്പർവൈസർ. ഇങ്ങനെ 3 സ്റ്റൈൽ ഓഫ് ഡയറക്ഷൻ അല്ലെങ്കിൽ ടെക്നിക് ഓഫ് ഡയറക്ഷൻ ഉണ്ട്. ഒന്ന് കൺസൾട്ടേറ്റീവ് ഡയറക്ഷൻ, ഇതിനെ നമുക്ക് പാർട്ടിസിപ്പേറ്റീവ് ഡയറക്ഷൻ എന്ന് പറയാം, പിന്നെ ഫ്രീ റെയിൻ ഡയറക്ഷൻ, പിന്നെ ഓട്ടോക്രാറ്റിക് ഡയറക്ഷൻ. ഇങ്ങനെ 3 എണ്ണാണ് ഉള്ളത്. പിന്നെ ഡയറക്ഷൻ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ 4 എലമെന്റ്സ് ആണ് ഡയറക്ഷനിൽ വരുന്നത്: മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, സൂപ്പർവിഷൻ, കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അതിൽ ഒന്നാമത്തെയാണ് എന്ത്? മോട്ടിവേഷൻ. മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും. അപ്പൊ അവരെ കൊണ്ടൊക്കെ നമുക്ക് ജോലി ചെയ്ത് കിട്ടിക്കണം അല്ലെ. അപ്പൊ ഒരിക്കലും അവരുടെ ഓൾറെഡി നടന്നു പോയി കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് ഒരിക്കലും അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരാളുടെ കയ്യിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ അവരുടെ അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നീഡ് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അത് വെച്ചിട്ടായിരിക്കണം നമുക്ക് ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റേണ്ടത്. ഓക്കെ, സോ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വർക്ക് ഓഫ് എ മാനേജർ പെർഫോം ഇൻസ്പയർ, എൻകറേജ് ആൻഡ് ഇമ്പൽ പീപ്പിൾ ടു ടേക്ക് റിക്വയർഡ് ആക്ഷൻ. സ്ഥാപനത്തിന് ഏത് രീതിയിലുള്ള ആക്ഷൻ ആണോ വേണ്ടത് ആ രീതിയിലേക്ക് വർക്കേഴ്സിനെ കൊണ്ട് എന്ത് ചെയ്യുക, പെർഫോം ചെയ്യിപ്പിക്കാൻ വേണ്ടി അവരെ ഇൻസ്പയർ ചെയ്യുക, അവരെ എൻകറേജ് ചെയ്യുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ ഇതിന്റെ ഒരു കറക്റ്റ് ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. മോട്ടിവേഷൻ മീൻസ് എ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു ആക്ഷൻ ടു അക്കംപ്ലിഷ് ഡിസൈഡ് ഗോൾസ്. നമ്മൾ ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾ അല്ലെങ്കിൽ ഗോളുകൾ നേടിയെടുക്കാൻ വേണ്ടി ആളുകളെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യണം, അവരെ പ്രേരിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഓക്കെ, so the motivation is a process by which needs a desire of around a psychological force within our mindset is in a motivation to fulfill our needs and desires. An unsatisfied need becomes a motive for a person to spend his energy in order to achieve goal. നമുക്ക് ഒരു സംഭവം ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ അത് ഇതുവരെ കൈ കിട്ടിയിട്ടില്ല. അപ്പൊ അത് ആരെങ്കിലും ഒരാൾ അത് തരാന്ന് പറയുമ്പോൾ ആ ആൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. നമുക്ക് എന്തോരം എനർജി ഉണ്ടോ അത് കംപ്ലീറ്റ്ലി നമ്മുടെ 100% എഫേർട്ട് ഉപയോഗിച്ച് നമ്മളത് വർക്ക് ചെയ്യും. കാരണം എന്താ, നമ്മൾ ആഗ്രഹിച്ച ഒരു സാധനം നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. അപ്പൊ അതാണ് അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ നീഡാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് വെച്ചിട്ടേ നമുക്ക് ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓൾറെഡി ഒരാൾക്ക് ഉള്ള സാധനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ആളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ മോട്ടിവേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുമ്പോൾ അതൊരു ഇന്റേണൽ ഫീലിംഗ്, നമ്മുടെ ഉള്ളിലാണ് അത് നടക്കുന്നത്. എക്സ്റ്റേണൽ ആയിട്ടുള്ളതിനേക്കാളും ഒരു ഇന്റേണൽ ഫീലിംഗ് ആണ് ആക്ച്വലി എന്ത് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. പിന്നെ അത് നമ്മള് ഒരു ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ ആണ്. അതായത് നമുക്കൊരു ലക്ഷ്യമുണ്ട്, അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോട്ടിവേഷൻ ചെയ്യുന്നത് തന്നെ. പിന്നെ അത് നമ്മുടെ നീഡ്സുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നീഡ്സ്, നമ്മുടെ സൈക്കോളജിക്കൽ ഡിസയേഴ്സ്, ഇതിനൊക്കെ അതിന് ഒത്തിരി പങ്കുണ്ട്. പിന്നെ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട് കേട്ടോ. പോസിറ്റീവ് അല്ലെങ്കിൽ ഇൻസെന്റീവ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് പൊതുവെ റിവാർഡ്സ് ആണ്. നിങ്ങൾ ഇത്ര ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര സാലറി ഹൈക്ക് ഉണ്ടാവും, അതൊക്കെ പോസിറ്റീവ് ആണ്. നെഗറ്റീവ് ഒരു ഫിയർ മോട്ടിവേഷൻ എന്ന് പറയുന്നത് പേടിപ്പിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സാലറി കട്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി നിങ്ങൾ പുറത്തു പോകേണ്ടി വരും, ജോലി കളയും, അങ്ങനെയുള്ള മോട്ടിവേഷനും ഉണ്ട്. അതായത് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. പിന്നെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതായത് മനുഷ്യൻ ഒരിക്കലും അവന്റെ ആഗ്രഹങ്ങളിൽ ഒരിക്കലും തൃപ്തനല്ല. ഒരു കാര്യം ആഗ്രഹിച്ചു അത് നേടിയെടുത്ത ഉടനെ ഓട്ടോമാറ്റിക്കലി അടുത്തൊരു ആഗ്രഹം വരും. അപ്പൊ ഇതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, അവസാനിക്കുന്നില്ല. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. പിന്നെ മോട്ടിവേഷൻ ഡൈനാമിക് ആണ്. അത് ഇപ്പൊ എനിക്ക് എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ ആയിരിക്കില്ല വേറൊരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുക. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺ, അവരുടെ നീഡ്സ്, അതെല്ലാം. ഇപ്പൊ ഒരാളുടെ തന്നെ ഇപ്പൊ എന്റെ ഇന്നത്തെ നീഡ് ആയിരിക്കില്ല എന്റെ നാളത്തെ നീഡ്. അത് ഹൈലി ഡൈനാമിക് ആണ്, സബ്ജക്ട് ടു ചേഞ്ച് ആണ്. ഓക്കെ, ഇത്രയാണ് എന്ത് മോട്ടിവേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് മോട്ടിവേഷന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല്, മോട്ടിവേഷൻ ആണ് ആക്ച്വലി മാനേജ്മെന്റിന് നല്ല രീതിയിലുള്ള ആക്ഷൻസ് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉള്ള ഒരു ഔട്ട്പുട്ട് വർക്കേഴ്സിന്റെ അടുത്ത് നിന്ന് കിട്ടണമെങ്കിൽ മോട്ടിവേഷൻ കൂടിയേ തീരുള്ളൂ. പിന്നെ നല്ല രീതിയിൽ ഒരു എഫിഷ്യന്റ് പോസിബിൾ ഇംപ്രൂവിങ്, ആളുകളുടെ സ്കില്ല്, നോളജ്, ഇതൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ആളുകൾ കുറെ കൂടി വില്ലിങ് ആവും. ഈ എന്താ പറയാ, മാറ്റങ്ങളോടുള്ള അവരുടെ ആ ഒരു റെസ്ട്രിക്ഷൻ ഒക്കെ കുറച്ച് കുറയും. പിന്നെ കുറെ കൂടി നല്ലൊരു ഇൻഡസ്ട്രിയൽ റിലേഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. നല്ല രീതിയിലുള്ള ഓർഗനൈസേഷനിൽ ഉള്ള ഒരു നല്ലൊരു കൾച്ചർ, ഒരു ഹെൽത്തി കൾച്ചർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മാക്സിമൈസേഷൻ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഹയർ പ്രൊഡക്ഷനിലേക്ക് അത് നയിക്കും. പിന്നെ നമ്മുടെ സ്ഥാപനത്തിൽ ഇത് എന്റെ സ്ഥാപനമാണ്, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് നേടിത്തരുന്ന എന്റെ സ്ഥാപനമാണ് ഇത് എന്നുള്ളൊരു ഫീലിംഗ് എംപ്ലോയീസിന്, ആ സെൻസ് ഓഫ് ബിലോങ്ങിനെസ് അവിടെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ
മോട്ടിവേഷൻ ലീഡ്സ് ടു ലോവർ ടേൺ ഓവർ ആൻഡ് ആബ്സെന്റീസ്. അതായത് നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകുന്നതും അതായത് രാജിവെച്ച് പോകുന്നതും പിന്നെ ആബ്സെന്റീസ് ആവുന്നതൊക്കെ കുറയ്ക്കാൻ വേണ്ടി പറ്റും. ആളുകൾക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് പണിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്ത വരുന്നതാണ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷന്റെ തിയറി എന്ന് പറയുമ്പോൾ 4 വരുന്നത്. മെക്ഗ്രിഗേഴ്സ് തിയറി എക്സ് ആൻഡ് വൈ, തിയറി എക്സ് ആൻഡ് തിയറി വൈ, ഹെർബർട്സ് ടു ഫാക്ടർ തിയറി, മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി, മെക്ലെലൻസ് അച്ചീവ്മെന്റ് തിയറി. ഇങ്ങനെ 4 തിയറീസ് ആണ് വരുന്നത്. അതിൽ മെക്ഗ്രിഗേഴ്സ് തിയറി എക്സ് ആൻഡ് വൈ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് the style adopted by manager in managerial his managing his subordinates is basically depend upon the assumption about human behavior. എങ്ങനെയാണ് മനുഷ്യര് ബിഹേവ് ചെയ്യുന്നത്, അവരുടെ ഒരു പെരുമാറ്റ രീതി എങ്ങനെയാണ്, ഹ്യൂമൻ ബിഹേവിയറിന്റെ ബേസിലാണ് ഇങ്ങനെ ഒരു തിയറി വന്നിട്ടുള്ളത്. തിയറി എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, ട്രഡീഷണൽ ആൻഡ് ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ആണ്. വൈൽ തിയറി വൈ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, പാർട്ടിസിപ്പേറ്ററി ആണ്, ഡെമോക്രാറ്റിക് ആണ്. അതായത് ഈ 2 തിയറീസും എന്താ പറയാ ഒരു സെറ്റ് ഓഫ് അസംഷൻ ന്റെ ബേസിലാണ്. അതായത് മനുഷ്യർ എങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പെരുമാറുന്നു എന്നുള്ള അസംഷന്റെ മുകളിലാണ് തിയറി എക്സും തിയറി വൈയും എന്ത് ചെയ്ത് ഡെവലപ്പ് ചെയ്ത്. തിയറി എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇതൊരു ട്രഡീഷണൽ തിയറി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആണ്. ഇവിടെ എന്താണെന്നുള്ള ഒരു അസംഷൻ, ഇവിടെ കുറച്ച് നമുക്കൊരു മുൻധാരണകൾ ഉണ്ട് കേട്ടോ. അതായത് തിയറി എക്സിനെ കുറിച്ച്, തിയറി എക്സ് പറയുന്നത് ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചുള്ള നമ്മുടെ ചില അസംഷൻസ് ഉണ്ട്. അതായത് ദ ആവറേജ് ഹ്യൂമൻ ബീയിങ് ഹാസ് ഇൻഹറന്റ് ഡിസ്ലൈക്ക് ഓഫ് വർക്ക് വിൽ അവോയ്ഡ് ഇഫ് ഹി ക്യാൻ. അതായത് വർക്കർ എന്ന് പറയുമ്പോൾ പൊതുവെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാല് അവർക്ക് പൊതുവെ ജോലി ചെയ്യാൻ വലിയ താല്പര്യം ഇല്ല, വലിയ ഇഷ്ടമല്ല ജോലി. തിയറി എക്സ് പറയുന്ന കാര്യമാട്ടോ പറയുന്നത്. കൂടുതലും ജോലി ചെയ്യാതിരിക്കാനാണ് അവർക്ക് ഇഷ്ടം. മാക്സിമം ഒരു ജോലി ചെയ്യാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം, അതെങ്ങനെ അവോയ്ഡ് ചെയ്യാന്നാണ് അവര് നോക്കുന്നത്. പിന്നെ വലിയ ആംബിഷൻ ഒന്നുമല്ല, അംബീഷ്യസ് അല്ല, റെസ്പോൺസിബിലിറ്റി ഒന്നും ഏറ്റെടുക്കാൻ വലിയ ഇഷ്ടമില്ല. പിന്നെ അങ്ങനെ വലിയൊരു ഗോൾ ഓറിയന്റഡ് അങ്ങനെ ഒന്നും അല്ല. പിന്നെ കുറച്ചുകൂടി സെൽഫ് സെന്റേർഡ് ആണ്. ഞാന് എന്റെ കാര്യം അത്രേ ഉള്ളൂ. ഓർഗനൈസേഷന്റെ നീഡ്സും താല്പര്യങ്ങളൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. പിന്നെ കുറച്ചുകൂടെ മാറ്റങ്ങളൊന്നും അംഗീകരിക്കാൻ വലിയ തയ്യാറില്ല. ചേഞ്ചിനോടൊക്കെ ഭയങ്കര റെസ്ട്രിക്ഷൻ ആണ്. പിന്നെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. വർക്കിംഗ് മെത്തേഡ് ഓഫ് ദ പീപ്പിൾ ഇസ് ജനറലി ട്രഡീഷണൽ, ഹെൻസ് ദർ ഇസ് എ ലിറ്റിൽ സ്കോപ്പ് ഫോർ ദ ഡെവലപ്മെന്റ് ആൻഡ് റിസർച്ച്. ഇവർക്ക് ജോലി ചെയ്യുന്നത് മാത്രം ഇഷ്ടമില്ല എന്നല്ല, റിസർച്ചിനും പിന്നെ ഡെവലപ്മെന്റിനൊന്നും വലിയ ഒരു സ്കോപ്പ് കാര്യങ്ങളൊന്നും ഇല്ല വലുതായിട്ട്. പിന്നെ പീപ്പിൾ വുഡ് ബി പാസീവ് വിത്തൗട്ട് ആക്റ്റീവ് ഇന്റർവെൻഷൻ ഓഫ് മാനേജ്മെന്റ്. അതായത് ആക്റ്റീവ് ആയിട്ടുള്ള മാനേജ്മെന്റിന്റെ ഇന്റർവെൻഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി പണിയെടുക്കുന്ന പോലെ അങ്ങനെ പോയി, പ്രത്യേകിച്ച് ഒരു കമ്മിറ്റ്മെന്റോ ഡെഡിക്കേഷനോ ഒന്നുമില്ല. അതായത് ഇപ്പൊ നല്ല രീതിയിൽ പണിയെടുത്ത വെച്ചിട്ട് റിവാർഡും കിട്ടുന്നില്ല. അങ്ങനെ ഒരു പ്രത്യേക ഒരു ഇഷ്ടമില്ലായ്മയാണ് മൊത്തത്തില്. പിന്നെന്താണ്, ഒട്ടും ബ്രൈറ്റ് ഒന്നും അല്ല, വളരെ മൂടി അങ്ങനത്തെ ഒക്കെ ഒരു സംഭവമാണ്. അതായത് മൊത്തത്തില് നെഗറ്റീവ് ആണ്. കേൾക്കുമ്പോ തന്നെ നമുക്കൊരു നെഗറ്റീവ് അടിക്കുന്നില്ലേ. അങ്ങനെ ജോലി ചെയ്യാൻ താല്പര്യമില്ല, ഒന്നിനോടും ഒരു പ്രത്യേകിച്ച് ഒരു കമ്മിറ്റ്മെന്റോ സിൻസിയാരിറ്റി ഒന്നും തന്നെ വർക്കേഴ്സിന് ഇല്ല എന്നുള്ള ഒരു ഫീൽ ആണ് തിയറി എക്സ് പറയുന്നത്. തിയറി വൈ എന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് മെനി സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ റിസർച്ച്. മെക്ഗ്രിഗർ ഡെവലപ്ഡ് ആൻ ഓപ്പോസിറ്റ് തിയറി വൈ. അതായത് മെക്ഗ്രിഗർ പറയുന്നത് വെച്ചാല് this is natural as play or rest, providing conditions are favorable. The average human being does not inherently dislike work. അതായത് ഒരു വർക്കറിന് ആവശ്യമുള്ള ഒരു എൻവിയോൺമെന്റും ബെറ്റർ പേ ഒക്കെ അല്ലെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ള ഒരു എൻവിയോൺമെന്റ് കണ്ടീഷൻസ് ആണ് ഉള്ളതെങ്കിൽ ഒരു ആവറേജ് ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് വർക്ക് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ എക്സ്റ്റേണൽ കൺട്രോൾ, അതായത് punishment are not the only means of bringing the effort of towards organization objective. Man will exercise self direction and self control in the service of objective to be control. അതായത് നമ്മളെ കൺട്രോൾ ചെയ്യാൻ ഒരു പുറത്തുനിന്ന് ഒരാൾ അല്ലെങ്കിൽ ഒരു മാനേജർ അങ്ങനെ ഒരാൾ ഉണ്ടാവണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നമുക്ക് നമ്മളെ എന്ത് ചെയ്യാൻ പറ്റും, സെൽഫ് ആയിട്ട് കൺട്രോൾ ചെയ്യാനും. നമ്മൾ ഓക്കെ ഈ ജോലി ഇപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും, അത് നല്ലതായിരിക്കും, അങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ ഒരു ഇൻസിസ്റ്റ് നമുക്ക് ഉണ്ടാവണം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സെൽഫ് മോട്ടിവേറ്റഡ് ആയി ഓക്കെ എന്നെ കൊണ്ട് പറ്റും, ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ, അങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ഒരു കൺട്രോളിങ് മെഷർ ആണ് അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ എന്താ പറയാ, നല്ല അച്ചീവ്മെന്റ് ഒക്കെ കിട്ടും, നല്ല റിവാർഡ് കാര്യങ്ങളൊക്കെ കിട്ടും എന്ന് കാണുമ്പോൾ തന്നെ നല്ലൊരു കമ്മിറ്റ്മെന്റ് കാര്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. പിന്നെന്താ വെച്ചാൽ അണ്ടർ പ്രോപ്പർ കണ്ടീഷൻസ്
learn not only accept responsibility but also to seek it. അതായത് ആവറേജ് ഹ്യൂമൻ ബീങ് പറയുന്നത് ആ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ under proper conditions learn not only to accept responsibility but also to seek it. അതായത് റെസ്പോൺസിബിലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ മാത്രമല്ല അത് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് അവർ വരുന്നുണ്ട്. പിന്നെ കുറെ കൂടി നല്ല ക്രിയേറ്റീവ് ആകും, ഓർഗനൈസേഷന്റെ പ്രോബ്ലംസ് ഒക്കെ കുറെ കൂടി വൈഡ് ആയിട്ട് ചിന്തിച്ച് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുന്നു. കുറെ കൂടി എന്താണ് ഹൈ ഡിഗ്രി ഓഫ് ഇമാജിനേഷൻ ഒക്കെ ഇവർക്ക് വരുന്നു. കുറെ കൂടി ഇന്നോവേറ്റീവ് ആയിട്ടൊക്കെ ചിന്തിക്കാനും പുതിയ രീതിയിൽ എങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇവർ നോക്കുന്നുണ്ട്. So, under conditions of modern industrial life policy, intellectual potentials of people are not only partially utilized. അതായത് കംപ്ലീറ്റ്ലി എന്താണ് നല്ല രീതിയിൽ ഇവരുടെ ഓരോരുത്തരുടെയും കഴിവും ഇവരുടെ ഓരോരുത്തരുടെയും സ്കില്ലും ഒക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നൊക്കെയാണ് തിയറി വൈ പറയുന്നത്. സോ തിയറി എക്സും തിയറി വൈയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ തിയറി എക്സ് പറയുന്നത് എന്താ വെച്ചാല് എംപ്ലോയീസ് ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല, അവർക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടമില്ല എന്നാണ്. എന്നാൽ തിയറി വൈ എന്ന് പറയുന്നത് അവർക്ക് കുറെ കൂടി ഇഷ്ടമാണ് വർക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. പിന്നെ തിയറി എക്സ് പറയുന്നത് വെച്ചാൽ ഒട്ടും അംബീഷ്യസ് അല്ല, റെസ്പോൺസിബിലിറ്റി എടുക്കാൻ താല്പര്യമില്ല. എന്നാൽ തിയറി വൈ എന്ന് പറയുന്നത് അവർ കുറെ കൂടി അംബീഷ്യസ് ആണ്, റെസ്പോൺസിബിലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആണ്. പിന്നെ തിയറി എക്സ് അസ്യൂം ചെയ്യുന്നത് വെച്ചാൽ ജനറൽ ഹാവ് ലിറ്റിൽ കപ്പാസിറ്റി ടു ക്രിയേറ്റിവിറ്റി. അതായത് തിയറി എക്സിൽ പറയുന്നത് വെച്ചാല് എംപ്ലോയീസിന് വലിയ ക്രിയേറ്റീവ് സോൺ ഒന്നുമില്ല, അവരിങ്ങനെ പറയുന്നതിനനുസരിച്ച് ചെയ്യാന്നല്ലാണ്ട് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനോ അങ്ങനത്തെ ഒരു കഴിവും ഇല്ല, ഒരു ക്രിയേറ്റീവ്നെസ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. എന്നാൽ തിയറി വൈ പറയുന്ന ആളുകൾ കുറെ കൂടി ക്രിയേറ്റീവ് ആണ്, അത്യാവശ്യം ഇന്നോവേറ്റീവ് ആണ്. പിന്നെ തിയറി എക്സ് പറയുന്നത് വെച്ചാല് അവർക്ക് ഒട്ടും എന്താ പറയാ സെൽഫ് മോട്ടിവേഷനേ ഇല്ല, ആരെങ്കിലും പറഞ്ഞാൽ ചെയ്യാന്നല്ലാതെ, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെങ്കിലും ആരുടെയെങ്കിലും ഒരു സപ്പോർട്ട് എപ്പോഴും ഇങ്ങനെ വേണം, ആരെങ്കിലും ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തിയറി വൈ പറയുന്നത് വെച്ചാല് അങ്ങനെ പുറത്തുനിന്നൊരു എക്സ്റ്റേണൽ ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു ഫോഴ്സിന്റെ ആവശ്യമില്ല, അവര് സെൽഫ് മോട്ടിവേറ്റഡ് ആണ്, സെൽഫ് ഡ്രിവൺ ആണ്. പിന്നെ തിയറി എക്സ് പറയുന്നത് വെച്ചാല് സെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. അതായത് സെൻട്രലൈസേഷൻ ആണ്, ഒരു ഭാഗത്താണ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്, കേന്ദ്രീകരണമാണ്. എന്നാൽ തിയറി വൈ പറയുന്നത് വെച്ചാൽ ഡീസെൻട്രലൈസേഷൻ ആണ്, ഓരോ ലെവലിനും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവരവരുടേതായ തീരുമാനങ്ങൾ എടുക്കാനുള്ള റൈറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഹെർട്സ്ബർഗ് ടു ഫാക്ടർ തിയറിയാണ് അടുത്തത്. ഇപ്പൊ ഇത്രയും ഇത് നമ്മൾ സംസാരിച്ചത് ആരുടെയാണ്? ഇത് നമ്മൾ സംസാരിച്ചത് മെക്ഗ്രിഗേഴ്സ് തിയറി എക്സ് ആൻഡ് വൈ ആണ്. അടുത്തതെന്ന് പറയുന്നത് ഹെർട്സ്ബർഗിന്റെ ടു ഫാക്ടർ തിയറിയാണ്. ഇതിനെ ഹൈജീൻ തിയറി എന്നും വിളിക്കാറുണ്ട് ട്ടോ. അതായത് the motivation hygiene theory was proposed by Frederick Herzberg, a well-known psychologist in 1959. According to Herzberg, there are two separate factors that influence motivation. അതായത് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മോട്ടിവേഷനെ കുറിച്ച് പറയുമ്പോൾ മോട്ടിവേഷനെ സ്വാധീനിക്കുന്ന രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ഹൈജീൻ മെയിൻ്റെനൻസ് ഫാക്ടറും രണ്ട് മോട്ടിവേഷണൽ ഫാക്ടേഴ്സും. ഇങ്ങനെ രണ്ട് ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ ഓൾസോ കോൾഡ് ആസ് ഡിസാറ്റിസ്ഫയേഴ്സ് എന്നും പറയാറുണ്ട്. അതായത് നമുക്ക് ദ പ്രസൻസ് ഓഫ് ദീസ് ഫാക്ടേഴ്സ് വിൽ നോട്ട് മോട്ടിവേറ്റ് പീപ്പിൾ ഇൻ ഓർഗനൈസേഷൻ. ഇങ്ങനത്തെ സംഭവങ്ങൾ അതായത് ഡിസാറ്റിസ്ഫയേഴ്സ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതൊരിക്കലും സ്ഥാപനത്തിൽ ആളുകൾ എന്ത് ചെയ്യില്ല, മോട്ടിവേറ്റ് ചെയ്യുന്നില്ല. അല്ലെ ഇങ്ങനെ പറയാം, അതർവൈസ് ഡിസാറ്റിസ്ഫാക്ഷൻ വിൽ അതായത് ഒരാൾക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻസ് അവിടെ ഉണ്ടായിരിക്കണം. അതില്ലെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. Herzberg called these factors maintenance factors because they are necessary to maintain a reasonable level of satisfaction in employees. ഇപ്പോൾ ഏതൊരു ജോലി ചെയ്യുമ്പോഴും ഒരു ജോലി ചെയ്യുന്ന ആ ഒരു വർക്കറിന് കിട്ടേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ്സ്, അവിടെ ഉണ്ടായിരിക്കേണ്ട ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അതൊന്നും അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ അവർ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. Okay, so any increase beyond this level will not provide any satisfaction to the employees. However, any cut below this level dissatisfy them. ഇവർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യാൻ മിനിമം വേണ്ട അത്യാവശ്യ ഘടകങ്ങൾ അവിടെ ഇല്ല, ആ ഒരു മെയിൻ്റെനൻസിനുള്ള അത്യാവശ്യ ഘടകങ്ങൾ അവിടെ ഇല്ലെങ്കിൽ അത് തീർച്ചയായും അവരെ വളരെ മോശമായിട്ട് തന്നെയാണ് ബാധിക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു ഫാക്ടറാണ് മോട്ടിവേഷൻ ഫാക്ടർ. മോട്ടിവേഷൻ ഫാക്ടർ എന്ന് വെച്ചാൽ
അത് സാറ്റിസ്ഫയേഴ്സ് ആണ്. അതായത് ഇങ്ങനത്തെ ഇപ്പൊ എന്താ പറയാ, ദീസ് ആർ സെറ്റ് ഓഫ് ജോബ് കണ്ടീഷൻസ് വിച്ച് ഓപ്പറേറ്റ് പ്രൈമർലി ടു ബിൽഡ് സ്ട്രോങ് മോട്ടിവേഷൻ ഫാക്ടേഴ്സ്. ഒരു ആൾക്ക്, ഒരു എംപ്ലോയിക്കും തന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ ഉള്ള ആ ഒരു ഇൻസ്പിറേഷൻ, അല്ലെങ്കിൽ ആ ഒരു എനിക്ക് ചെയ്യണം, എന്നെ കൊണ്ട് പറ്റും എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് അവിടെ ഉള്ളതെങ്കിൽ ഓഫ് കോഴ്സ് അതിനെ നമുക്ക് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്ന് വിളിക്കാം. According to Herzberg, 6 motivational factors motivate the employees are achieve recognition. അതായത് ഒരു എംപ്ലോയിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിട്ട് ഹേഴ്സ്ബർഗ് പറയുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് അച്ചീവ്മെന്റ്, പിന്നെ റെക്കഗ്നിഷൻ, അഡ്വാൻസ്മെന്റ്, ചാലഞ്ചിങ് വർക്ക്, പോസിബിലിറ്റീസ് ഫോർ ഗ്രോത്ത് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇത്രയും കാര്യങ്ങളാണ് ഒരു ആളെ എന്ത് ചെയ്യുന്നത്, മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. However, Herzberg model is not applied in all conditions. The classification as maintenance and motivating factors can only be made on the basis of level of person's need satisfaction, relatively strength of various needs. അതായത് നല്ലൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞെങ്കിലും എല്ലാ കണ്ടീഷൻസിലും നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ തിയറി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ രണ്ട് തിയറീസ് ആണ് നമ്മളിപ്പോ നോക്കിയത്. ഏതൊക്കെയായിരുന്നു നമ്മൾ നോക്കിയത്? നമ്മൾ മെക്ഡിഗ്രീസിന്റെ തിയറി എക്സും തിയറി വൈയും, പിന്നെ ഹെർട്സ്ബർഗിന്റെ ടു ഫാക്ടർ തിയറി. അടുത്ത നാലാമത്തെയാണ് മാസ്ലോന്റെ നീഡ് ഹൈറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. എബ്രഹാം ഹെറോൾഡ് മാസ്ലോ, അതാണ് എബ്രഹാം മാസ്ലോനാണ് നമ്മൾ മാസ്ലോ എന്ന് വിളിക്കുക. സോ എബ്രഹാം മാസ്ലോ ഒരു എമിനന്റ് ആയിട്ടുള്ള US സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹം ജനറൽ തിയറി ഓഫ് മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് നീഡ് ഹൈറാർക്കി തിയറി ഇൻ 1943. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിലാണ് മനുഷ്യരുടെ നീഡ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനെ നമുക്ക് ഓർഡർ ആക്കിയിട്ട് താഴേന്ന് മുകളിലേക്കാണ്, ഒരു പിരമിഡ് പോലെ വരച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് മനസ്സിൽ കാണാൻ പറ്റും. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ 5 കോളംസ്, 5 കോളല്ല 5 ലെവലായിട്ട്, ഏറ്റവും താഴെ ഫിസിയോളജിക്കൽ നീഡ്സ്, അത് കഴിഞ്ഞിട്ട് സേഫ്റ്റി നീഡ്സ്, അത് കഴിഞ്ഞിട്ട് സോഷ്യൽ ഓർ ലവ് നീഡ്സ്, പിന്നെ എസ്റ്റീം നീഡ്സ് ഓർ ഈഗോ നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ഇങ്ങനെ മൊത്തം 5 ലെവലുകളിലാണ് ഒരു മനുഷ്യന്റെ നീഡുകൾ അദ്ദേഹം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫിസിയോളജിക്കൽ നീഡ് എന്ന് വെച്ചാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നീഡുകളാണ്. ഇത് ആ ഒരു പിരമിഡിന്റെ ഏറ്റവും താഴെ തട്ടിൽ വരുന്ന നീഡാണ്, ഫസ്റ്റ് നീഡാണ്. ദാറ്റ് ഈസ് നീഡ് ഫോർ ഹങ്കർ, തേഴ്സ്റ്റ്, ഷെൽട്ടർ, സെക്സ് ആൻഡ് ബോഡിലി നീഡ്സ്. അതായത് ഒരു മനുഷ്യന് അടിസ്ഥാനപരമായി കിട്ടേണ്ട, അതില്ലാതെ അവന് പറ്റില്ല, ആ ഒരു രീതിയിലാണ്, ആ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള നീഡ്സ് ആണ് ഫിസിയോളജിക്കൽ നീഡ്സ്. ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് ശേഷം ഇതിന് മറ്റൊരു നീഡിനെ കുറിച്ചിട്ട് ആലോചിക്കാൻ പോലും പറ്റുള്ളൂ. അത്രയും ഒരു മനുഷ്യന്റെ ഏറ്റവും അത്യാവശ്യം അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളെയാണ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് വിളിക്കുക. ഇത് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവന് ഉണ്ടാവുന്ന ഒരു നീഡാണ് സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്. അതായത് നല്ലൊരു ജോലി, പിന്നെന്താണ് ആക്സിഡൻസിൽ നിന്ന് ഒക്കെ ഒഴിഞ്ഞു നിൽക്കുക, അതുപോലെ മർഡറിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, ഫിസിക്കൽ ആയിട്ടുള്ള ഒരു സേഫ്റ്റി, ജോലി ഉണ്ടാവുക, അൺഎംപ്ലോയ്മെന്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. അങ്ങനെ നമ്മളൊന്ന് സെക്യൂർ അല്ലാണ്ടും സുരക്ഷിതമായിട്ടിരിക്കുക എന്നുള്ള ഒരു ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ ആ ഒരു നീഡാണ് സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി നീഡ്. മൂന്നാമത്തെ നീഡാണ് സോഷ്യൽ ഓർ ലവ് നീഡ്. ആദ്യത്തെ രണ്ട് നീഡും സാറ്റിസ്ഫൈ ചെയ്ത ഒരാൾക്ക് ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു നീഡാണ് സോഷ്യൽ ഓർ ലവ് നീഡ്. അതായത് എല്ലാവരുടെയും ഒരു സ്നേഹം കിട്ടുക, അഫെക്ഷൻ കിട്ടുക, എല്ലാ അസോസിയേഷനിലും ഒരു കൂട്ടമായിട്ട് അതിന്റെ ഒരു അംഗമായിട്ട് മാറുക, നല്ലൊരു ഫാമിലി, ഫ്രണ്ട്സ് ആൻഡ് അതർ സോഷ്യൽ ഗ്രൂപ്പ്സ് ഒക്കെ ആയിട്ട് നല്ല ഹാപ്പി, ഇപ്പൊ ടൂറ് പോവുക, ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ചു പൊളിക്കുക, ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാരും കൂടി ഒരുമിച്ച് പോവുക, അങ്ങനെ ഒരു കൂട്ടത്തിലെ ഒരാളാവുക, അവരുടെ ഒരു സ്നേഹം, അവരുടെ ഒരു കെയറിങ്, വിശ്വാസം, അതെല്ലാം കിട്ടുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു നീഡ്. ഇതും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വരുന്ന ഒരു ലെവലാണ് എസ്റ്റീം ഓർ ഈഗോ നീഡ് എന്ന് പറയുന്നത്. അതായത് അത് കുറച്ചുകൂടെ ഒരു സെൽഫ് റെസ്പെക്ട്, സെൽഫ് കോൺഫിഡൻസ്, പേഴ്സണൽ ഗ്രോത്ത്. ഞാൻ വളരുകയാണ്, എനിക്ക് എന്റേതായിട്ടുള്ള നിലപാടുകളും എന്റേതായിട്ടുള്ള ഒരു വ്യൂ പോയിന്റും എന്റേതായിട്ടുള്ള ഒരു അസ്തിത്വം ഉണ്ട്, ഞാനൊരു വ്യക്തിയാണ്, എനിക്ക് എന്റേതായിട്ടുള്ള ഒരു നിലയും വിലയും ഒക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ള ഒരു ഫീലിംഗ് ആണ്. എല്ലാരും എന്നെ ബഹുമാനിക്കുക, എനിക്കൊരു വിലയും നിലയും തരിക, എന്റെ പവർ, എന്റെ കൺട്രോൾ, അങ്ങനെ കുറച്ചുകൂടെ ഒരു ഉള്ളിലേക്കുള്ള ആ ഒരു നമ്മളായിട്ട് നമ്മളെ ഫീൽ ചെയ്യുന്ന, നമുക്ക് നമ്മൾ തന്നെ ഒരു വാല്യൂ കൊടുക്കുന്ന ഒരു നീഡാണ് എസ്റ്റീം നീഡ്. അപ്പൊ ആളുകളുടെ ബഹുമാനം കിട്ടുക, ആളുകളുടെ റെക്കഗ്നിഷൻ, ആളുകൾ എന്നെ അഭിനന്ദിക്കുക, ആളുകൾ എന്നെ റെസ്പെക്ട് ചെയ്യുക, അങ്ങനത്തെ നീഡൊക്കെയാണ് അതിൽ കാണുന്നത്. അതും കിട്ടിക്കഴിഞ്ഞാൽ അവസാനത്തെ ഒരു ലെവൽ ഓഫ് നീഡാണ് ദാറ്റ് ഈസ് സെൽഫ് ആക്ച്വലൈസേഷൻ ഓർ സെൽഫ് ഫുൾഫിൽമെന്റ് നീഡ് എന്ന് പറയുന്നത്.
അതായത് ഒരു മനുഷ്യന്റെ പൊട്ടൻഷ്യൽ അവന് തിരിച്ചറിയുന്ന അല്ലെങ്കിൽ അത് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന നീഡാണത്. ഇറ്റ് ഈസ് നീഡഡ് ടു ഫുൾഫിൽ വാട്ട് എ പേഴ്സൺ കൺസിഡർ ടു ഹിസ് റിയൽ മിഷൻ ഓഫ് ലൈഫ്. ഒരാള് ജീവിക്കുക എന്ന് പറയുമ്പോൾ അയാൾക്ക് വേണ്ടി മാത്രമല്ല ജീവിക്കുന്നത്, അയാളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി കൂടുതൽ സമയം ആള് ജീവിക്കുന്നത്. അപ്പൊ ഒരു ആളുടെ ഉള്ളില് കിടക്കുന്ന ഒരു ഇഷ്ടം ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയാ, ഒരിക്കലും അവസാനിപ്പിക്കാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത എന്തെങ്കിലും ആഗ്രഹങ്ങളോ ഗോളുകളോ ഉണ്ടാവും. അങ്ങനെ ആ ഒരു മനുഷ്യൻ അവന്റെ ഒരു ലൈഫിന്റെ റിയൽ മിഷൻ തിരിച്ചറിയുന്ന ആ ഒരു മൊമെന്റിൽ അതിന് വേണ്ടിയിട്ട് അവര് പരിശ്രമിക്കുന്ന ആ ഒരു ലെവലാണ് എന്ത് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ എൻ ഇൻഡിവിജ്വൽ ടു റിയലൈസ് വൺസ് പൊട്ടൻഷ്യാലിറ്റീസ് ടു മാക്സിമം. അതായത് നമ്മളെ കഴിവുകൾ തിരിച്ചറിയുന്ന സമയത്ത് ഇന്നതാണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ഇതാണ് എനിക്ക് ജീവിതത്തിൽ നേടിയെടുക്കേണ്ടത് എന്നുള്ളൊരു ഫീലിംഗ് എപ്പോഴാണോ അവൻ അറിയുന്നത്, ആ ഒരു ടൈമിലാണ് ഈ ഒരു ലെവലിലേക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ, എന്റെ ആഗ്രഹങ്ങൾ പൂവണി അല്ലെങ്കിൽ എന്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന, അത് റിയലൈസ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന ആ ഒരു ഇതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ മൊത്തം 5 നീഡുകളാണ് മാസ്ലോന്റെ നീഡ് ഹൈറാർക്കി തിയറിയിൽ പറയുന്നത്. ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്, സോഷ്യൽ ഓർ ലവ് നീഡ്, എസ്റ്റീം ഓർ ഈഗോ നീഡ്, സെൽഫ് ആക്ച്വലൈസേഷൻ ഓർ സെൽഫ് ഫുൾഫിൽമെന്റ് നീഡ്. ഇത്രയാണ് അതിൽ വരുന്നത്. പിന്നെ വരുന്നത് മെക്ലെലൻസിന്റെ അച്ചീവ്മെന്റ് ഓർ നീഡ് തിയറി എന്ന് പറയും. ഡേവിഡ് സി മെക്ലെലൻഡ് ഓർ ഹാർവർഡ് psychologist has proposed that there are 3 major relevant motives. അദ്ദേഹം പറയുന്നത് 3 relevant motives ആണ് ഉള്ളത് എന്നാണ്. Most need in workplace situation according to him the motives, അതായത് കൂടുതലും വർക്ക് പ്ലേസ് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട, നമ്മൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇത് കൂടുതലും പറയുന്നത്. അങ്ങനെയുള്ള വരുന്നത് ഒന്ന്, the need for achievement strives to succeed, അതായത് നേട്ടങ്ങൾ കൊയ്യാനുള്ള ഒരു മനുഷ്യന്റെ നീഡ്. പിന്നെ നീഡ് ഫോർ അഫിലിയേഷൻ, അതായത് വാം റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്, എല്ലാവരോടും നല്ലൊരു വളരെ ഒരു പോസിറ്റീവ് ഹെൽത്തി റിലേഷൻഷിപ്പ് കൊണ്ട് നടക്കുക എന്ന് പറയുന്നത്. ദെൻ നീഡ് ഫോർ പവർ, അതായത് കൺട്രോൾ ചെയ്യുക, അതോറിറ്റി, മറ്റുള്ളവരെ ഇൻസ്ട്രക്ട് ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ ഉള്ള ഒരു റൈറ്റ്. ഇങ്ങനെ 3 എണ്ണാണ് മെയിൻലി ഒരാൾക്ക് വർക്ക് പ്ലേസിൽ ഉള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. സോ അക്കോർഡിംഗ് ടു മെക്ലെലൻ എവറി മോട്ടീവ് ഈസ് അക്വയർഡ് എക്സെപ്റ്റ് സ്ട്രൈവിംഗ് ഫോർ പ്ലഷർ ആൻഡ് അവോയ്ഡിങ് പെയിൻ. അതായത് എല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്, പെയിൻ ആരും ആഗ്രഹിക്കുന്നില്ല. സോ ഹി പ്രൊപ്പോസ് ദാറ്റ് പീപ്പിൾ അക്വയർ ദീസ് നീഡ്സ് ഫോർ അച്ചീവ്മെന്റ്, പവർ ആൻഡ് അഫിലിയേഷൻ ത്രൂ എക്സ്പീരിയൻസ് ഓവർ ദ ടൈം. പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഒരാൾക്ക് ഈ 3 കൂടി കിട്ടത്തില്ല. അത് അവരുടെ ജീവിതത്തിൽ അവര് നേരിടുന്ന സിറ്റുവേഷൻസ്, എക്സ്പീരിയൻസ്, ഇതിലൂടെയൊക്കെയാണ് കിട്ടുക. ഓൺ ദ ജോബ് പീപ്പിൾ ആർ മോട്ടിവേറ്റഡ് ബൈ ദീസ് നീഡ്സ്. ദ മാനേജർ ക്യാൻ ലേൺ ടു റെക്കഗ്നൈസ് ദീസ് നീഡ്സ് ഇൻ വർക്കിംഗ് ആൻഡ് യൂസ് ദം ടു മോട്ടിവേറ്റ് ദ ബിഹേവിയർ. നമ്മുടെ സ്ഥാപനത്തില് ഓരോരുത്തർക്കും അവരവരുടേതായ പ്രത്യേകമായിട്ടുള്ള നീഡ്സ് ഉണ്ട്. അപ്പൊ മാനേജർ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവരെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ട് ഓരോരുത്തരുടെ ഉള്ളിലുള്ള നീഡ് എന്താന്ന് മനസ്സിലാക്കണം. ചില ആളുകൾക്ക് അച്ചീവ്മെന്റ് നീഡ് ആയിരിക്കും, ചില ആളുകൾക്ക് അഫിലിയേഷൻ നീഡ് ആയിരിക്കും, ചില ആളുകൾക്ക് പവർ നീഡ് ആയിരിക്കും. അപ്പൊ ഏതാന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് വേണം അവരെ നമ്മൾ എന്ത് ചെയ്യാൻ, മോട്ടിവേറ്റ് ചെയ്യാൻ. ഇപ്പൊ ഒരാള് നല്ല രീതിയിൽ വർക്ക് ചെയ്യും പക്ഷെ കുറച്ച് മടിയുണ്ട്, അപ്പൊ അയാളെ കയ്യിൽ നിന്ന് നമുക്കൊരു കാര്യം നേടിയെടുക്കാം. ആള് നല്ല കഴിവുള്ള ആളാണ് പക്ഷെ മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പൊ അയാൾക്ക് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അയാളെ നമുക്ക് എന്താ പറയാ, നിങ്ങൾക്ക് സാലറി ഹൈക്ക് ഉണ്ടാവും ട്ടോ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അയാൾ അത് ചെയ്തിരിക്കും. അയാളുടെ മടിയൊക്കെ എവിടേക്ക് പോയെന്ന് ചോദിച്ചാൽ മതി. അത്രയും ഇമ്പോർട്ടന്റ്, അത്രയും പവർ ഉണ്ട്, മോട്ടിവേഷൻ അത്രയും പവർ ഉണ്ട്. ഇപ്പൊ ചില കുട്ടികൾ നല്ല പഠിക്കാൻ കഴിവുണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, പക്ഷെ അവരുടെ എന്തെങ്കിലും ഒരു ആഗ്രഹം, ഫോർ എക്സാമ്പിൾ സൈക്കിൾ വാങ്ങിച്ചു തരാമെന്നോ അല്ലെങ്കിൽ അവർക്ക് എന്താണോ ആഗ്രഹം അത് അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാല്, നീ ഇപ്രാവശ്യം ഫുൾ A+ കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് ഇന്ന ഒരു സാധനം വാങ്ങിച്ചു തരുന്ന അവർ ഉറപ്പായിട്ടും അത് അവരുടെ ഉള്ളിലുള്ള യഥാർത്ഥ ആഗ്രഹം ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടാൻ വേണ്ടി അവർ പഠിച്ചിരിക്കും. അതിന് അങ്ങനെ ഒരു നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. Okay, so McClellan used the thematic appreciation test, that is TAT, to study human needs. Human needs പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ TAT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് ടെസ്റ്റ് അദ്ദേഹം നടത്തിയത്. സോ ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാ ഇൻവോൾവ് ചെയ്ത് വെച്ചാൽ ആസ്കിങ് ദ റെസ്പോണ്ടൻസ് ടു ലുക്ക് അറ്റ് പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് സ്റ്റോറീസ് അബൌട്ട് വാട്ട് ദേ സീ ഇൻ ദ പിക്ചർ. അതായത് ഒരു ചിത്രം നമ്മളെ കാണിച്ചിട്ട് ആ ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നതെന്ന് ആരോടെങ്കിലും ചോദിച്ചിട്ട് അവരെന്താണോ അതിനെക്കുറിച്ച് എഴുതുന്നതെന്ന് വെച്ചിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു TAT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്തത്.
The stories are then analyzed to find certain themes that represent various human needs. അപ്പൊ ഇപ്പൊ ഞാൻ ഒരു ചിത്രം കാണുമ്പോൾ എഴുതുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സ്റ്റോറി ആയിരിക്കില്ല വേറൊരാൾ ആ ചിത്രം കാണുമ്പോൾ എഴുതാം. അത് എന്റെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, എന്റെ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, എന്റെ നീഡ്സ്, ഞാൻ കണ്ട ജീവിതം, അതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ എഴുതുക. അതുപോലെ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള സ്റ്റോറീസ് ആയിരിക്കും. അപ്പൊ അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരുടെ ഏകദേശം നീഡ് അല്ലെങ്കിൽ അവരുടെ ഒരു വ്യൂ പോയിന്റ് എന്താന്നുള്ളത് നമുക്ക് കിട്ടും. അങ്ങനത്തെ ചിത്രങ്ങളാണ് കൊടുക്കുക. സോ ഇത്രയാണ് ആ ഒരു ലീഡർഷിപ്പ് ആ ഒരു മോട്ടിവേഷനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. സോ മൊത്തം അങ്ങനെ 4 തിയറീസ് ഓഫ് മോട്ടിവേഷൻ ആണുള്ളത്. മെഗ്രിഗേഴ്സ് തിയറി, എക്സ് ആൻഡ് വൈ, ഹെർട്സ്ബർഗ് ടു ഫാക്ടർ തിയറി, മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി, മെക്ലൻ അച്ചീവ്മെന്റ് തിയറി. ഇമ്പോർട്ടന്റ് ആണ്, നല്ല രീതിയിൽ തന്നെ പഠിക്കുക, മനസ്സിലാക്കാം. അടുത്തൊരു ഏരിയ എന്ന് പറയുന്നതാണ് ദാറ്റ് ഇസ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് ആക്ച്വലി is the ability of a manager to induce subordinate to work with the confidence and zeal. അതായത് നല്ല രീതിയിൽ നമ്മുടെ ഫോളോവേഴ്സിന്, ഒരു ലീഡർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഫോളോവേഴ്സ് ആയിരിക്കില്ല. ഇവിടുത്തെ ലീഡർ എന്ന് ഉദ്ദേശിക്കുന്നത് മാനേജറെ ആട്ടോ. അപ്പൊ മാനേജർ ലീഡർ ആയിട്ടും സബോർഡിനേറ്റ്സ് ഫോളോവേഴ്സ് ആയിട്ടാണ് നമ്മൾ ലീഡർഷിപ്പിൽ പറയാം. അപ്പൊ തന്റെ ഫോളോവേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരാളുടെ കഴിവിനെയാണ് എന്ത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. സോ ലീഡർ ഈസ് വൺ ഹു ഗൈഡ്സ് ആൻഡ് ഡയറക്ട് ദ പീപ്പിൾ. എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത്, ഏത് രീതിയിൽ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്താലാണ് നമുക്ക് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പ്രോപ്പർ ആയിട്ട്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, എന്നാൽ ക്രിയേറ്റീവ് ആയിട്ട്, ആരെയും വെറുപ്പിക്കാത്ത രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ലീഡർഷിപ്പ് എന്ന് പറയാം. So leadership is a psychological process of influencing the followers and providing guidance, directing and leading the people in an organization towards attainment of the objectives of the enterprise. അതായത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ പ്രോസസ് ആണ്. ഇവിടെ ഫോളോവേഴ്സിന് എന്താ പറയാ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസും ഡയറക്റ്റിങ്ങും ഒക്കെ കൊടുത്ത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. സോ ലീഡർഷിപ്പിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുകയാണെങ്കിൽ ഒരു ലീഡർക്ക് എന്തായാലും ഫോളോവേഴ്സ് ഉണ്ടായിരിക്കണം. പിന്നെ കുറെ കൂടി ഒരു പേഴ്സണലി ക്വാളിറ്റി ഉള്ള ഒരാളായിരിക്കണം ലീഡർഷിപ്പിൽ ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ അത് കുറെ കൂടി നല്ലൊരു രീതിയിൽ ലീഡറും ഫോളോവേഴ്സും തമ്മിലുള്ള ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമൺ ഇൻട്രസ്റ്റ് ഇവരുടെ ഇടയിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഇതൊരു കൈൻഡ് ഓഫ് ഇൻഫ്ലുവൻസിങ് ആണ്, മറ്റുള്ള ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാന്നാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതൊരു സ്റ്റിമുലേഷൻ ആണ്, പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിപ്പോ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മൾ ഒരാളെ പ്രേരിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇത് കംപ്ലീറ്റ്ലി ഒരു ലീഡർ എന്ന് പറയുമ്പോൾ അബ്സല്യൂട്ട് ജസ്റ്റിസ്, നീതി ഉണ്ടായിരിക്കണം. ഒരു രീതിയിലും പാർഷ്യൽ ആവരുത്, ഡിസ്ക്രിമിനേഷൻ കാണിക്കാനൊന്നും പാടൊന്നുമില്ല. പിന്നെ നമ്മൾ പറയുന്നത് ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും ലീഡർഷിപ്പ് എന്താവുന്നില്ല, അവസാനിക്കുന്നില്ല. പിന്നെ ഡൈനാമിക് ആണ്, എവർ ഇവോൾവിംഗ് പ്രോസസ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലീഡർഷിപ്പിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ നമുക്ക് ലീഡർഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ ഒരു സ്ഥാപനത്തിലെ ലീഡർഷിപ്പ് അത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, സ്ഥാപനം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കാര്യമില്ല, അതൊരു ടീമാണ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് വർക്ക് ആണ്. അപ്പൊ ആ ഗ്രൂപ്പ് വർക്കിലുള്ള ഓരോ വ്യക്തിയെയും ഇൻഫ്ലുവൻസ് ചെയ്താലേ നമുക്ക് ആ ഒരു ഗ്രൂപ്പിന്റെ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു നല്ലൊരു എഫക്റ്റീവ് ലീഡർക്ക് സബോർഡിനേറ്റ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായും പറ്റും. അത് അവരുടെ ഹയർ ലെവൽ പെർഫോമൻസിലേക്ക് നയിക്കും. ഇപ്പൊ ഒരു ടീമില് നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളെ യെസ് യു ഡിഡ് എ ഗ്രേറ്റ് ജോബ് എന്ന് അത്രയും ആളുകളുടെ മുമ്പിൽ നിന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ വരുന്ന ഒരു സന്തോഷവും ഒരു സെൽഫ് റെസ്പെക്റ്റും ഒരു ഞാനൊരു സംഭവമാണ് അല്ലെങ്കിൽ എന്റെ കഴിവ് നാലാൾ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ള ഫീല് കിട്ടുമ്പോൾ അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്, അതൊരു വലിയൊരു ഫീലിംഗ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇന്നത്തെ കാലത്തൊക്കെ ആകുമ്പോൾ ഒരു അച്ചീവ്മെന്റ്, ഇപ്പൊ എംപ്ലോയി ഓഫ് ദ മന്ത് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കും, നമ്മൾ കേക്ക് ഒക്കെ കട്ട് ചെയ്യും, ഫോട്ടോ സ്റ്റാറ്റസ് ഒക്കെ ഇടും. ഇത് നാലാള് കാണുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷമാണ്, നമുക്കത് പറഞ്ഞറിയിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ അതിലേക്കൊക്കെ ഈ ലീഡർഷിപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. Leadership is an aid to authority as to help in effective use of formal authority. Formal authority നെ യൂസ് ചെയ്യുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ലീഡർഷിപ്പ്. പിന്നെ അത് സബോർഡിനേറ്റ്സിന്റെ കോൺഫിഡൻസിനൊക്കെ നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യും. പിന്നെ ഒരു ലീഡറുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ഫങ്ഷൻ, ആരെയും കാത്തു നിൽക്കൊന്നുമില്ല. ഒരു സംഭവം ഉണ്ട്, ഒരു പ്രോബ്ലം ഉണ്ടെന്ന് കാണുമ്പോൾ അങ്ങ് ഇറങ്ങും അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഗ്രൂപ്പ് ഗോൾസ് അദ്ദേഹമാണ് ഐഡന്റിഫൈ ചെയ്യുക. പിന്നെ ഓർഗനൈസേഷൻ അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്, ഈ ഓർഗനൈസേഷന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ് അദ്ദേഹം. പിന്നെ നല്ലൊരു ആർബിട്രേറ്റർ ആയിട്ട് അദ്ദേഹം ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ എന്താ പറയാ ഓരോരുത്തർക്കും ഓരോ ആക്ഷന്റെയും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള റീസൺസ്
ഉണ്ട്. പിന്നെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സിനെ ഇന്ററപ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല രീതിയിൽ ഒരു പ്രോപ്പർ ഡയറക്ഷൻ ഓർഗനൈസേഷന് കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടീം വർക്ക് എൻകറേജ് ചെയ്യുന്നുണ്ട്. ഓർഗനൈസേഷന് മൊത്തത്തിൽ മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഒരു ലീഡറുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ലീഡർഷിപ്പ് സ്റ്റൈല് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓട്ടോക്രാറ്റിക്, ലേസേഴ്സ് ഫെയർ, പാർട്ടിസിപ്പേറ്റീവ് എന്നൊക്കെ നോക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. ഇവിടെ യാതൊരു രീതിയിലും നമ്മുടെ എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിന്റെ ഒരു ഫോളോവേഴ്സിന്റെ ഒരു താല്പര്യമോ ഇഷ്ടോ അവരുടെ ഇൻട്രസ്റ്റോ ഒന്നും തന്നെ ഇവിടെ ഒരു രീതിയിലും കൺസിഡർ ചെയ്യുന്നില്ല. ഇവിടെ ആ ഒരു ലീഡർ അദ്ദേഹത്തിന് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് അങ്ങോട്ട് തീരുമാനിക്കണു, ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കണു. അപ്പൊ അതിന്റെ ചില സബ് ആയിട്ട് വരുന്ന ലീഡർഷിപ്പ് സ്റ്റൈലാണ് സ്ട്രിക്റ്റ് ഓട്ടോക്രാറ്റ്, ബെനവലന്റ് ഓട്ടോക്രാറ്റ്, മാനിപ്പുലേറ്റീവ് ഓട്ടോക്രാറ്റ്. അതായത് സ്ട്രിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ്, നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണ്. ജസ്റ്റ് സബോർഡിനേറ്റ്സിനോട് പറയാം, നിങ്ങൾ ഇത് ചെയ്യണം, അത് ചെയ്യാം. അല്ലാതെ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നോ അതെങ്കിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതൊന്നും അവർക്ക് തുറന്നു പറയാനുള്ള ഒരു റൈറ്റോ സ്കോപ്പോ അവിടെ ഇല്ല. അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് പവർ അവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഒരു ആസ് എ ലീഡർ. പിന്നെ ബെനവലന്റ് ഓട്ടോക്രാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ബെനവലന്റ് ഈസ് എഫക്റ്റഡ് ഇൻ ഗെറ്റിംഗ് ഹൈ പ്രൊഡക്ടിവിറ്റി ഇൻ മെനി സിറ്റുവേഷൻ ആൻഡ് ഹി ക്യാൻ ഡെവലപ്പ് എഫക്റ്റീവ് ഹ്യൂമൻ റിലേഷൻ. ഹി മോട്ടിവേഷണൽ സ്റ്റൈൽ ഈസ് യൂഷ്വലി പോസിറ്റീവ്. ഇവിടെ നമ്മള് ആ ഒരു എംപ്ലോയീസിന് അല്ലെങ്കിൽ സ്റ്റാഫിനെ കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാഫിനെ മോട്ടിവേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അവിടെ അത്യാവശ്യം കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ മാനിപ്പുലേറ്റീവ് ഓട്ടോക്രാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇയാള് തീരുമാനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ലീഡർ. പക്ഷെ വെറുതെ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റാഫിന് തോന്നണം ഞങ്ങളെയും കൂടി പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ ഞങ്ങളുടെയും കൂടി അഭിപ്രായങ്ങൾ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട് എന്ന് ഒരു ഒരു ഫീലിംഗ് ഉണ്ടാക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ അത് ശരിക്കും അങ്ങനെയല്ല. ഓൾറെഡി ഇയാൾ തീരുമാനം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. A manipulative autocrat leader is one who makes a subordinate feel that they are participating in decision making process even though he has already taken the decision. തീരുമാനങ്ങളൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ട് വെറുതെ നമ്മളെ തോന്നിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു പാർട്ടിസിപ്പേഷൻ ഉള്ള പോലെ കാണിക്കുന്നത്. അങ്ങനെ ആക്ച്വലി ഇല്ല, നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് ഇതിൽ വരുന്നത് ഓട്ടോക്രാറ്റ് ലീഡർഷിപ്പ്. സച്ച് എ നെഗറ്റീവ് വൺ. ഒത്തിരി എന്താ പറയാ, സ്വേച്ഛാധിപതി ആയിട്ടുള്ള ഒരു രാജാവിനെ പോലെയാണ് ഓട്ടോക്രാറ്റിക്കിന്റെ ലീഡർ. രാജാവ് കൽപ്പിക്കുന്നു, പ്രജകൾ അനുസരിക്കുന്നു എന്നേ ഉള്ളൂ. അവിടെ പ്രജകളുടെ തീരുമാനങ്ങൾക്കോ അവരുടെ ചിന്തകൾക്കോ അവരുടെ പ്രശ്നങ്ങൾക്കോ ഒന്നും ഒരു സ്ഥാനവും കൽപ്പിക്കുന്നില്ല. പിന്നെ രണ്ടാമത് പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് ആണ്. ഇത് നേരത്തെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഇത് കുറച്ചുകൂടെ ഡെമോക്രാറ്റിക് ആണ്, കുറച്ചുകൂടെ കൺസൾട്ടേറ്റീവ് ആണ്, ഗ്രൂപ്പ് സെന്റേർഡ് ആണ്, ഐഡിയോളജിക്കൽ സ്റ്റൈൽ ആണ്. ഇവിടെ നല്ല രീതിയിൽ ലീഡർ എന്ത് ചെയ്യുന്നുണ്ട്, സബോർഡിനേറ്റ്സിന്റെ താല്പര്യങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അവരെയും കൂടി ആ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ചുമ്മാ കാണിക്കുവാനല്ല, പേരിന് വേണ്ടി ചെയ്യുന്നതല്ല, വളരെ ജെനുവിൻ ആയിട്ട് സത്യസന്ധമായിട്ട് എന്താണ് ലീഡേഴ്സും സബോർഡിനേറ്റ്സും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് അതിൽ നിന്ന് കൊളാബറേറ്റ്ലി അവര് കളക്റ്റീവ് ആയിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ് ഇവിടെ നടപ്പാക്കുന്നത്. ഇതിനെയാണ് പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മൂന്നാമത്തെ ലേസേഴ്സ് ഫെയർ അല്ലെങ്കിൽ ഫ്രീ റെയിൻ ലീഡർഷിപ്പ് ഉണ്ട്. ഇവിടെ തീരുമാനങ്ങൾ ആക്ച്വലി എടുക്കുന്നത് സബോർഡിനേറ്റ്സ് തന്നെയാണ്. മാനേജ്മെന്റ് അല്ലെങ്കിൽ ലീഡേഴ്സ് ഇതിൽ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നില്ല, ഇടപെടുന്നില്ല. ഇവർക്ക് ഇവിടെ സബോർഡിനേറ്റ്സിന് അവരുടേതായിട്ടുള്ള ഗോൾസും അവരുടേതായ ഡിസിഷൻസ് ഒക്കെ എടുക്കാനുള്ള ഒരു പവർ കൊടുക്കുന്നുണ്ട്. ഇവിടെ ലീഡർ കുറച്ചുകൂടെ പാസീവ് ആണ്. ഇതിൽ ഗ്രൂപ്പിലൊന്നും വലുതായിട്ട് ഇടപെടുന്നില്ല. ഓൺലി വെരി ലിറ്റിൽ കൺട്രോൾ ഈസ് എക്സസൈസ്ഡ് ഓവർ ദ ഗ്രൂപ്പ് മെമ്പേഴ്സ്. വളരെ ലിറ്റിൽ ആയിട്ടുള്ള വളരെ ചെറിയൊരു കൺട്രോൾ മാത്രമേ ഗ്രൂപ്പിന്റെ മുകളിൽ അദ്ദേഹത്തിനുള്ളൂ. ദിസ് സ്റ്റൈൽ ഈസ് നോൺ ആസ് പെർമിസീവ് സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് കംപ്ലീറ്റ് പെർമിഷൻ കൊടുത്തിരിക്കുകയാണ് സബോർഡിനേറ്റ്സിന് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ ഗ്രൂപ്പിന്റെ ചോയ്സിനാണ് കുറച്ചുകൂടെ ഒരു മുൻതൂക്കം കൊടുക്കുന്നത്. റെഡി. പിന്നെ ഒരു സക്സസ്ഫുൾ ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഹൈറ്റ്, വെയിറ്റ്, ഹെൽത്ത് ആൻഡ് അപ്പിയറൻസ് വേണം, നല്ല ഇന്റലിജൻസ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി വേണം. നമ്മുടെ ഫീലിങ്സിനെ, ഇമോഷൻസിനെ, നമ്മുടെ വികാര വിചാരങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റണം. നല്ലൊരു ബെറ്റർ ഹ്യൂമൻ റിലേഷൻഷിപ്പ്, ആളുകളോട് സംസാരിക്കുക, അവരുമായിട്ട് ബിഹേവ് ചെയ്യുന്നൊക്കെ കുറച്ചുകൂടി നല്ലൊരു ഹ്യൂമൻ റിലേഷൻ ഉണ്ടായിരിക്കണം. എംപതി വേണം, മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് അവരുടെ ഫീലിംഗിലൂടെ ചിന്തിക്കാൻ വേണ്ടി പറ്റണം. ഒരു ഒബ്ജക്ടിവിറ്റി ഉണ്ടായിരിക്കണം, മോട്ടിവേഷണൽ സ്കിൽ ഉണ്ടായിരിക്കണം, ടെക്നിക്കൽ സ്കിൽ ഉണ്ടായിരിക്കണം, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, സോഷ്യൽ സ്കിൽസും ഉണ്ടായിരിക്കണം. പിന്നെ ലീഡർഷിപ്പ് തിയറീസ് നോക്കുകയാണെങ്കിൽ വരുന്നതാണ് ട്രൈബ് തിയറി,
ബിഹേവിയർ തിയറി, കണ്ടിൻജൻസി തിയറി, ഇങ്ങനെ 3 തിയറീസ് വരുന്നുണ്ട്. ട്രേറ്റ് തിയറി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പേഴ്സണൽ, സൈക്കോളജിക്കൽ ആൻഡ് ഫിസിക്കൽ ട്രേറ്റ്സ് സ്ട്രോങ് ലീഡേഴ്സ്. ഒരു സ്ട്രോങ് ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ട ട്രേറ്റ്സുകൾ നമ്മൾ പറയില്ലേ, നല്ല സവിശേഷതകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ ഉണ്ടായിരിക്കേണ്ട ചില നല്ല മൂല്യങ്ങൾ എന്തൊക്കെയായിരിക്കണം. അത് പറയുകയാണെങ്കിൽ നല്ല ഇന്റലിജൻസ്, നല്ല അസർട്ടീവ്നെസ്, ആവറേജ് ഹൈറ്റ്, സെൽഫ് കോൺഫിഡൻസ്, നല്ലൊരു പ്രസൻസ് ഓഫ് മൈൻഡ്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഇന്റർപേഴ്സണൽ ഹ്യൂമൻ റിലേഷൻ, ഇതൊക്കെ ഒരു നല്ലൊരു ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ട്രെയ്റ്റ് ആണ്, ഒരു സ്വഭാവ സവിശേഷതയാണ്, ക്യാരക്ടർ ആണ്. പിന്നെ ബിഹേവിയർ തിയറി എന്ന് പറയുമ്പം അതെന്ന് പറയുന്നത് കുറച്ചുകൂടെ എഫക്റ്റീവ് ലീഡേഴ്സ് എങ്ങനെയാണ് ഓരോ സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യുന്നത്. അതായത് ഒരു ഇൻഎഫക്റ്റീവ് ലീഡർ ബിഹേവ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഒരു എഫക്റ്റീവ് ലീഡർ ബിഹേവ് ചെയ്യുക. ആൻഡ് ഇറ്റ് ഓൾസോ ഐഡന്റിഫൈ നീഡ്സ് ഓഫ് കൺസിസ്റ്റൻസി ഓഫ് ബിഹേവിയർ ഓഫ് ഗുഡ് ലീഡേഴ്സ്. അതായത് ഒരാള് ബിഹേവ് ചെയ്യുന്നതിൽ കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം, ആ ഒരു സ്ഥിരത ഉണ്ടായിരിക്കണം. ഇപ്പം നന്നായി ബിഹേവ് ചെയ്ത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വേറെ മോശമായിട്ട്, അങ്ങനെയല്ല. There should be a consistency in the behavior. This theory can be more clearly understood with the help of a following case. അതായത് നമുക്കൊരു കേസ് ഒക്കെ വെച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിലേക്കൊന്നും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല, ഒന്ന് മനസ്സിലാക്കിയാൽ മതി ഏതൊക്കെ തിയറീസ് കാര്യങ്ങളാണ് ഉള്ളത് എന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഒരു മാനേജേരിയൽ ഗ്രിഡ് തിയറി ഉണ്ട്. മാനേജേരിയൽ ഗ്രിഡ്, ഇതാണ് ആ ഒരു മാനേജേരിയൽ ഗ്രിഡ് എന്ന് പറയുന്നത്. ഇവിടെ മാനേജ്മെന്റ്, ടാസ്ക്, ടീം, അതേപോലെ കൺട്രി ക്ലബ്ബ്, അതേപോലെ തന്നെ ഇംപവറൈസ്ഡ്, ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു കൺസംഷനിൽ എന്താ പറയുന്നത് വെച്ചാല് ഇതിലൊരു 5 ഡിഫറെന്റ് ലീഡർഷിപ്പ് സ്റ്റൈൽ ആണ് ഇവിടെ സംസാരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഈ സ്റ്റൈൽ വാസ് എ റിലേഷൻ ബിറ്റ്വീൻ മാനേജേഴ്സ് കൺസേൺ ഫോർ പീപ്പിൾ. അതായത് നമ്മുടെ സ്ഥാപനത്തിലുള്ള ആളുകളോട് മാനേജേഴ്സിന്റെ കൺസേൺ എങ്ങനെയാണ്, അതേപോലെ തന്നെ പ്രൊഡക്ഷനോടുള്ള കൺസേൺ എങ്ങനെയാണ്, അതേപോലെ മോട്ടിവേഷൻ എങ്ങനെയാണ്. മോട്ടിവേഷൻ ഡയമെൻഷൻ റിയലി പ്രൊവൈഡ്സ് ദ അണ്ടർലൈങ് മോട്ടീവ് ഓഫ് ലീഡർ ബിഹൈൻഡ് എ സക്സസ്ഫുൾ ലീഡർഷിപ്പ് സ്റ്റൈൽ. നല്ല രീതിയിൽ ഒരു സക്സസ്ഫുൾ ലീഡർഷിപ്പ് ആവാൻ മോട്ടിവേഷന് അതിൻ്റെതായിട്ടുള്ള ഒരു പങ്കുണ്ട്. സോ ദിസ് ദ മാനേജറിയൽ ഗ്രിഡ് മോഡൽ കാറ്റഗറൈസ് ലീഡേഴ്സ് ഇൻ ടു 81 പോസിബിൾ കാറ്റഗറീസ്. മാനേജ്മെന്റ് ഗ്രിഡ് 81 പോസിബിൾ കാറ്റഗറീസിലേക്ക് ലീഡേഴ്സിനെ തിരിച്ചിട്ടുണ്ട്. ലേറ്റർ 2 അഡീഷണൽ ലീഡർഷിപ്പ് സ്റ്റൈൽ വെർ ആഡഡ് വെൽ ആസ് ദ എലമെന്റ് ഓഫ് റെസിലൻസ്. അങ്ങനെ അതിനെ മാറ്റിയിട്ടുണ്ട്, ഒരു 81 പ്ലസ് 2 ആ ഒരു രീതിയിലേക്ക് അതിനെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് 1, 2, 3 എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് ഇൻഡിഫറെന്റ് ഇംപവറൈസ്ഡ് ഉണ്ട്, ദ കൺട്രി ക്ലബ് ഒരു അക്കോമഡേറ്റിംഗ് ഉണ്ട്, ദ സ്റ്റേറ്റസ് കോർ മിഡിൽ ഓഫ് ദ റോഡ് ഉണ്ട്, പിന്നെ ദ ഡയറക്ടറൽ ഓർ പ്രൊഡ്യൂസ് പെരിഷ് ഓർ കൺട്രോൾ സിമിലർ ടു ഓട്ടോക്രാറ്റിക് ലീഡർ ഉണ്ട്, ദ സൗണ്ട് ഓർ ടീം. ഇങ്ങനെയാണ് അതിന്റെ ഇത് വരുന്നത്. ഇതിന്റെ മാർക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, 11, 19, 55, 91, 99. ഒന്ന് ജസ്റ്റ് നോക്കി വെക്കാം. പിന്നെ കമ്മ്യൂണിക്കേഷൻ അവസാനം നമുക്ക് ഓൾറെഡി നമ്മളിപ്പോ ലീഡർഷിപ്പ് പറഞ്ഞു, മോട്ടിവേഷൻ പറഞ്ഞു, അടുത്താണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആശയവിനിമയം ചെയ്യാന്നാണ്. ഒരാള് വേറൊരാൾക്ക് അല്ലെങ്കിൽ ആളുകളിലേക്ക് ഐഡിയാസ്, തോട്ട്സ്, ഫീലിംഗ് ഇതൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് കമ്മ്യൂണിക്കേഷൻ. So communication is a process in which information, ideas, thoughts and feeling exchanges within 2 or more persons. അതൊരു പ്രോസസ് ആണ്, സെൻഡിങ് ആൻഡ് റിസീവിങ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ 2 or more people. And the person who is sending message referred to as the sender, while person who is receiving information is known as receiver. അത് ആരാണോ ഈ മെസ്സേജ് അയക്കുന്നത് അയാളെ സെൻഡർ എന്നും, ആരാണോ ഇത് സ്വീകരിക്കുന്നത് അയാളെ നമുക്ക് റിസീവർ എന്നും പറയാം. അപ്പൊ കമ്മ്യൂണിക്കേഷൻ 2 രീതിയിലുണ്ട്, വെർബൽ കമ്മ്യൂണിക്കേഷനും ഉണ്ട്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും ഉണ്ട്. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഇൻ വിച്ച് മെസ്സേജ് ഈസ് ട്രാൻസ്മിറ്റഡ് വെർബലി. നമ്മളിപ്പം സംസാരിക്കുന്ന സ്പോക്കൺ വേർഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് മൗത്ത് ആൻഡ് പീസ് ഓഫ് റൈറ്റിംഗ് എഴുതിയിട്ട് അവിടെ വേർഡ്സ് വരുന്നുണ്ട്, ഇതില് വെർബലില് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സംസാരത്തിലാകാം അല്ലെങ്കിൽ നമ്മൾ എഴുതിയിട്ടാകാം, അതാണ് അവിടെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതിൽ എന്താണ്, യൂഷ്വലി പീപ്പിൾ ബ്രിങ് ദെയർ ഓൺ ആറ്റിറ്റ്യൂഡ്, പെർസെപ്ഷൻ, ഇമോഷൻസ് and through about the topic and hence creates barrier in delivering right meaning. It can be divided into 2 forms, oral or written. അപ്പൊ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കും. ഇപ്പൊ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുകയാണ്, അപ്പം ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ത്രൂ മൈ എന്താണ് ഞാൻ എന്റെ വായ ഉപയോഗിച്ച് സംസാരിച്ചിട്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കാണുന്നുണ്ട്, റിട്ടൺ വേർഡ്സിൽ ഇത് കാണുന്നുണ്ട്, രണ്ടും നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ സംസാരിക്കുന്നത് ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണ്, ഞാൻ
ലൈക്ക് ഈ ഒരു പ്രിന്റഡിൽ നിങ്ങൾ കാണുന്നത് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ ഇങ്ങനെ രണ്ടും കൂടി വരുന്നതിനെയാണ് വെർബൽ എന്ന് പറയുക. ഓറൽ എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ വിച്ച് ഇസ് ഫോംഡ് ഓറലി ലൈക്ക് സ്പോക്കൺ വേർഡ്സ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ വരുന്നുണ്ട്, സ്പീച്ച് വരുന്നുണ്ട്, ടെലിഫോണിക് കോൺവെർസേഷൻ വരുന്നുണ്ട്, വീഡിയോസ്, റേഡിയോ, ടെലിവിഷൻ. ഇറ്റ് ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ പിച്ച്, വോളിയം, സ്പീഡ് ആൻഡ് ക്ലാരിറ്റി ഓഫ് സ്പീക്കിംഗ്. നമുക്ക് നമ്മുടെ സൗണ്ടിന്റെ ആ ഒരു ടോൺ ഉയർത്തിയിട്ടും താഴ്ത്തിയിട്ടും മോഡുലേഷൻ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് കുറെ കൂടി എന്താ പറയുക, ബിസിനസ് വേൾഡിലാണ് അത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടി ഒരു ഇറ്റ് ഈസ് എ ഇന്നോവേറ്റീവ് ആക്ടിവിറ്റി ഓഫ് മൈൻഡ് എന്ന് പറയാം. Effective written communication is essential for preparing worthy promotional materials for business development. Business development ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആണ്. സ്പീച്ച് കെയിം ബിഫോർ റൈറ്റിംഗ്. നമ്മൾ എഴുതി വെച്ചിട്ടുള്ളതിന് ശേഷമാണ് ആക്ച്വലി സ്പീച്ച് വരുന്നത്. ബട്ട് റൈറ്റിംഗ് ഈസ് മോർ യുണീക്ക് ആൻഡ് ഫോർമൽ ദാൻ സ്പീച്ച്. സ്പീച്ചിനേക്കാളും കുറച്ചുകൂടെ യുണീക്കും ഫോർമൽ ആയിട്ടുള്ള ഔദ്യോഗികപരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു എഫക്റ്റീവ് റൈറ്റിംഗ് ഇൻവോൾവ്സ് കെയർഫുൾ ചോയ്സ് ഓഫ് വേർഡ്സ്, ഓർഗനൈസേഷൻ ഇൻ കറക്റ്റ് ഓർഡർ in sentence formation as well as cohesive composition of sentence. Also writing is more valid and reliable than speech. നമുക്കൊരു ഒരു റെഫറൻസ് ആയിട്ട് അത് എടുത്തു വെക്കാനൊക്കെ പറ്റും. അപ്പൊ അങ്ങനെ രണ്ടെണ്ണമാണ് വെർബല് വരുന്നത്. ഏതൊക്കെയാണ്? ഓറലും റിട്ടേണും. ഈ നോൺ വെർബൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സെൻഡിങ് ഓർ റിസീവിങ് വേർഡ്ലെസ് മെസ്സേജ്. നമ്മൾ ഈ ആംഗ്യമൊക്കെ കാണിക്കില്ലേ, ആംഗ്യം ഭാഷ എന്നൊക്കെ പറയും. അവിടെ നമ്മൾ എന്താ പറയുക, ലൈക്ക് വേർഡ്സ് യൂസ് ചെയ്യുന്നില്ല, റിട്ടേൺ വേർഡ്സോ റിട്ടേൺ ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല. അവിടെ ഫുൾ നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജ്, നമ്മുടെ ജസ്റ്റേഴ്സ്, പോസ്ചർ, ടോൺ ഓഫ് വോയിസ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഇതൊക്കെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ നമ്മൾ ഒരാളോട് പറയാ ഇങ്ങോട്ട് വരണ്ട, അല്ലെങ്കിൽ അങ്ങോട്ട് പോണ്ട, അല്ലെങ്കിൽ വരൂ, അല്ലെങ്കിൽ എന്താ പറയാ വേണ്ട എന്നൊക്കെ നമ്മൾ കൈകൊണ്ട് കാണിക്കുക, തല കൊണ്ട് ഇങ്ങനെ ഇളക്കുക, കണ്ണുകൊണ്ട് കാണിക്കുക. നമ്മുടെ ഫേസിന് ഒരുപാട് കാര്യങ്ങള് നമ്മൾ ഡംഷറാഡ്സ് ഒക്കെ കളിക്കാറുണ്ടല്ലേ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ഈ സിനിമയുടെ പേര് കാര്യങ്ങളൊക്കെ വായ ഉപയോഗിച്ചിട്ടല്ല പറയാ, നമ്മളിങ്ങനെ എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് ഓരോ ആംഗ്യങ്ങളും സിമ്പിളുകളൊക്കെ കാണിച്ചിട്ടാ പറയാ. അപ്പൊ അത് എക്സാക്ട് എക്സാമ്പിൾ ആണ് നോൺ വെർബൽ എന്ന് പറയുന്നത്. അത് ആക്ച്വലി അതൊരു വലിയൊരു പഠന ശാഖകൾ വരെ തന്നെ ഉണ്ട്. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവര്, അവരൊക്കെ നല്ല എത്ര മനോഹരായിട്ടാണ് അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവര് ഹൗ അറേഞ്ച് ദം. ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ അവര് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ കൺവേ ചെയ്യും കാര്യങ്ങൾ. ദാറ്റ്സ് ബ്യൂട്ടി. അതാണ് ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. സോ അത് നോൺ വെർബൽ എന്ന് പറയുമ്പോൾ അതിൽ വരുന്നുണ്ട്. പിന്നെ ബോഡി ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ നോക്കും. ജസ്റ്റേഴ്സ്, നമ്മളെ പുരികം പൊക്കുന്നത്, കണ്ണീമ വെട്ടുന്നത്, പിന്നെ നമ്മളിങ്ങനെ കുറെ ഉണ്ടല്ലോ, നല്ല കുറെ എക്സ്പ്രഷൻസ് വെച്ചിട്ട് നമുക്ക് പലതും കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഉണ്ട്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ സ്ഥാപനങ്ങളിൽ ഒഫീഷ്യൽ സ്റ്റൈലിൽ യൂസ് ചെയ്യുന്നതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് എന്താ പറയാ, കുറച്ച് റൂൾസിന്റെയും കൺവെൻഷൻസിന്റെയും പ്രിൻസിപ്പിൾസ് ഒക്കെ ഫോളോ ചെയ്തിട്ടാണ് ഫോർമൽ ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ്. അതിന് അതിൻ്റെതായ ഒരു ഒഫീഷ്യൽ സ്റ്റൈൽ ഉണ്ട്. പ്രൊഫഷണൽ സെറ്റിംഗ്സ്, കോർപ്പറേറ്റ് മീറ്റിംഗ്സ്, കോൺഫറൻസ് അണ്ടർഗോ ചെയ്യുമ്പോൾ അതിനൊക്കെ അതിൻ്റെതായ ഒരു ഫോർമൽ പാറ്റേൺ ഉണ്ട്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ യൂസ് അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ലാങ്, അതിന്റെ ഒരു ഫോൾ ലാംഗ്വേജ് ഒന്നും നമ്മൾ അവിടെ യൂസ് ചെയ്യില്ല. അവിടെ കൃത്യമായി നമ്മൾ അതിനേക്ക് വേണ്ടിയിട്ടുള്ള വാക്കുകളൊക്കെ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അല്ലാതെ വളരെ ലോക്കൽ ആയിട്ടൊന്നും അവിടെ ആരും സംസാരിക്കില്ല. പിന്നെ അതോറിറ്റി ലൈൻസ് കുറെ കൂടി ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ് അവരെന്ത് ചെയ്യുക, എപ്പോഴും യൂസ് ചെയ്യുക. പിന്നെ ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കസിൻസിന്റെ കൂടെ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ചെയിനിൽ അല്ലാതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അവിടെ നമ്മൾ കോമഡി പറയും, കുറെ ജോക്സ് ഒക്കെ പറയും. പിന്നെ അവിടെ കുറെ കൂടി നമ്മളുടേതായിട്ടുള്ള ഒരു സ്ലാങ് ആയിട്ടുള്ള ഒരു വേർഡ്സ് ആയിരിക്കും. ഇപ്പൊ ഓരോ സ്ഥലത്ത് അവരവരുടേതായ ഒരു സ്ലാങ് ഉണ്ട്, ഒരു ശൈലി ഉണ്ട്. അതൊക്കെയാണ് അവരവിടെ യൂസ് ചെയ്യുക. Informal communication is done using channel that are in contrast with formal communication channel. Is just a casual talk ആയിരിക്കും informal ഉണ്ടാവുക. കുറച്ചുകൂടെ സൊസൈറ്റൽ അഫിലിയേഷൻ, ആളുകൾക്ക് തമ്മിലുള്ള ഒരു ബന്ധം, റിലേഷൻ, ഇതിനൊക്കെ അനുസരിച്ചിരിക്കും. അപ്പൊ നമ്മൾ ഫ്രണ്ട്സിന്റെയും ഫാമിലിന്റെയും കൂടെ ഇരിക്കുമ്പോഴുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആണ് എക്സാക്ട് എക്സാമ്പിൾ ഫോർ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അതിൽ നമ്മുടെ സ്ലാങ് വേർഡ്സ് യൂസ് ചെയ്യും, നമ്മളെ ഫോൾ ലാംഗ്വേജ് എന്താ പറയുക, അതൊന്നും നമ്മൾ റെസ്ട്രിക്ട് ചെയ്യില്ല. കുറെ കൂടി നമ്മൾ ഫ്രീ ആയിരിക്കും. അങ്ങനെ വി ആർ നോട്ട് സോ വെരി വെൽ അവെയർ അബൌട്ട് അവർ പോസ്റ്റേഴ്സ്, ജസ്റ്റേഴ്സ്. നമ്മൾ കുറെ കൂടി ഫ്രീ ആയിരിക്കും. ബട്ട് നമ്മൾ കുറെ കൂടി മാന്യമായിരിക്കണം. എന്തും പറയാന്നുള്ളതല്ല, വളരെ മാന്യതയോട് കൂടി തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. എങ്കിലും കുറെ കൂടി ഫ്രീ ആയിരിക്കും.
അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. കുറെ കൂടി നമ്മളുടെ ഒരു റിലേഷൻഷിപ്പിലാണ് നമ്മളത് പറയാ. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. പക്ഷെ ഇതിന്റെ കാരണം ഇതിന്റെ തുടക്കം ഇടുന്നത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിന് അതൊരു വൺ വേർഡ് ഒക്കെ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ അറിയപ്പെടുന്നുണ്ട്. പിന്നെ വരുന്ന ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. ടോപ്പ് ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്കുള്ള കമ്മ്യൂണിക്കേഷനെ വിളിക്കുന്ന പേരാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. ഇത് സുപ്പീരിയറിൽ നിന്ന് സബോർഡിനേറ്റ്സിലേക്കാണ് ഇത് ഫ്ലോ ചെയ്യുക. ഇത് എന്തെങ്കിലും കാര്യം നമുക്ക് നേടിയെടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ സസ്പീഷ്യസ് അത് ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിട്ടോ നമ്മൾ ഈ ഓർഡർ ഒക്കെ കൊടുക്കത്തില്ലേ, ആൻഡ് ടു ലെറ്റ് ദ പീപ്പിൾ ഫീൽ ദ പ്രൈസ് ഓഫ് ബീങ് റിലേറ്റീവ്ലി വെൽ ഇൻഫോം. അതായത് നല്ല രീതിയിലുള്ള കമാൻഡിങ് കാര്യങ്ങളൊക്കെയാണ് മുകളിൽ നിന്ന് താഴോട്ട് വരിക. അതിനെയാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അപ്വേർഡ് എന്ന് വെച്ചാൽ താഴെ നിന്ന് മുകളിലേക്ക്, അതായത് സബോർഡിനേറ്റിന്റെ ഭാഗത്തു നിന്ന് സുപ്പീരിയറിന്റെ ഭാഗത്തേക്ക് ഫ്ലോ ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് കൂടുതലും റിപ്പോർട്ട്, ഒപ്പീനിയൻ, ഐഡിയ, സജഷൻസ്, കംപ്ലൈൻസ്, ഗ്രീവൻസസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അങ്ങോട്ടേക്ക് പോവുക. പിന്നെ കമ്മ്യൂണിക്കേഷന്റെ പ്രോസസ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ വരുന്ന സംഭവങ്ങളാണ് ഒന്ന്, അത് ഒരാളുണ്ടാവും, അതായത് ആരാണോ ഈ ഒരു പെർട്ടിക്കുലർ എന്താ പറയാ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾ. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ ഐ ആം ദ സെന്റർ, ഞാനാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങളോട് ഞാനാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് അത് നിങ്ങളാണ് റിസീവർ. അപ്പൊ ഞാൻ ഇത് സംസാരിക്കുന്ന ഐ ആം ദ എൻകോഡർ അല്ലെങ്കിൽ ഐ ആം ദ സെന്റർ. അപ്പൊ ഞാനാണ് ആക്ച്വലി ഇവിടെ ഒരു മെസ്സേജ് അയക്കുന്ന ആള്. അപ്പൊ ഞാൻ വല്ല സിമ്പലോ അല്ലെങ്കിൽ വേർഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ വേണം ഞാൻ നിങ്ങളോട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ആരാണോ ഈ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിക്കേഷൻ തുടക്കം കുറിക്കുന്നത് അല്ലെങ്കിൽ അയക്കുന്നത്, ആ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്, അയാളെ നമുക്ക് സെൻഡർ എന്ന് വിളിക്കാം അല്ലെങ്കിൽ എൻകോഡർ എന്ന് വിളിക്കാം. എന്താണോ അയക്കുന്നത്, ഇപ്പൊ നമ്മള് ഡയറക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അയക്കുന്നത്, അപ്പൊ അതാണ് അതിലെ മെസ്സേജ് എന്ന് പറയുന്നത്. കീ ഐഡിയ ദാറ്റ് ദ സെൻഡർ വാണ്ട്സ് ടു കമ്മ്യൂണിക്കേറ്റ്. സെൻഡർ റിസീവറിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കീ ഐഡിയയെ വിളിക്കുന്ന പേരാണ് മെസ്സേജ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സൈൻ that relies at the response of the recipient. Communication process begins the designing about the message. എന്താ ഇപ്പൊ നമ്മൾ ഒരാളെ ഫോൺ വിളിക്കുന്നു അല്ലെ, എന്തെങ്കിലും കാര്യം പറയാനായിട്ടായിരിക്കുമല്ലോ വിളിക്കുക. അപ്പൊ ആ പറയുന്ന കാര്യമാണ് അവിടുത്തെ മെസ്സേജ് എന്ന് പറയുന്നത്. പിന്നെ മീഡിയം എന്ന് വെച്ചാൽ എന്തിലൂടെയാണ് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് നിങ്ങളിപ്പോ ഇത് കേൾക്കുന്നത്. അപ്പൊ അതാണ് അതിലെ മീഡിയം. ഇപ്പൊ നമ്മൾ ഒരാളെ വിളിക്കുകയാണെങ്കിൽ ഫോണിലൂടെയാണ് വിളിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് ലെറ്റർ എഴുതുവാണെങ്കിൽ ലെറ്റർ ആണ് അതിന്റെ മീഡിയം. അപ്പൊ എന്തിലൂടെയാണ്, ത്രൂ വാട്ട്? ഫോണിൽ തന്നെ ത്രൂ വാട്സപ്പ് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നമുക്കുണ്ട്. അപ്പൊ ത്രൂ വാട്ട് ദ മെസ്സേജ് ഇസ് ഗോയിങ്, അതാണ് മീഡിയം എന്ന് പറയുന്നത്. ആൻഡ് റെസിപ്പിയന്റ്, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് അയക്കുന്നത്, ഹു ഇസ് ദ ഡീകോഡർ ഓഫ് ദാറ്റ് മെസ്സേജ്, അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിപ്പിയന്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഫീഡ്ബാക്ക്, ഈ സെൻഡർ അയച്ച കാര്യം റിസീവറിന് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് എന്തിന്റെ ബേസിലാണ് അറിയാ? അത് ഫീഡ്ബാക്കിന്റെ ബേസിലാണ് അറിയാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരാളോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ നിന്റെ പേരെന്താ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചോദിക്കുമല്ലോ. അപ്പൊ ചോദിക്കും എന്റെ പേര് ഇന്നതാണെന്ന് പറഞ്ഞാൽ ഓക്കെ, ചോദ്യം മനസ്സിലായിട്ടുണ്ട്. അതിന് പകരം ഇതുമായി ബന്ധമില്ലാത്ത വേറെ എന്തെങ്കിലുമാണ് തിരിച്ചു പറയുന്നതെങ്കിൽ എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പൊ ഫീഡ്ബാക്ക് എപ്പോഴും വളരെ നല്ലതാണ്. ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു റിസൾട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ ദ മെയിൻ കോമ്പണന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ആണ്. സെൻഡർക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ആ ഒരു മെസ്സേജ് ആൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഉള്ള ഒരു എൻഷുർ അല്ലെങ്കിൽ ഒരു ഉറപ്പ് വരുത്തണമെങ്കിൽ തീർച്ചയായും ആ ഒരു ഫീഡ്ബാക്ക് കിട്ടണം. സോ ഇപ്പൊ ഞാൻ എന്റെ സ്റ്റുഡൻസിനോടൊക്കെ ക്ലാസ് കഴിയുമ്പോൾ ഫീഡ്ബാക്ക് വാങ്ങാറുണ്ട് എന്റെ എത്തുന്ന സമയം. എന്തിനാ ചെയ്യുന്നത് വെച്ചാല് നമ്മുടെ ഒരു ടീച്ചിങ് എന്തോരം അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്, എന്തെങ്കിലും നമ്മൾ ഇമ്പ്രൂവ്മെന്റ് വരുത്താനായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് നമ്മൾ നമ്മുടെ ആ ഒരു നെഗറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മളെക്കാളും നന്നായിട്ട് നമ്മുടെ ചുറ്റുമുള്ളവർക്കാണ് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ ബെറ്റർ ടു ടേക്ക് ഇറ്റ് ആൻഡ് അതിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ വർക്ക് ചെയ്തിട്ട് അതിനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാം എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. സോ അപ്പൊ ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടന്റ്. അത് ഏത് കാര്യത്തിലും, അപ്പൊ നിങ്ങളൊരു ടെക്സ്റ്റൈൽസിൽ പോയാലും ഒക്കെ അവിടെ ഒരു ഫീഡ്ബാക്ക് ബോക്സ് കാണാൻ പറ്റും. എന്തിനാ വെച്ചാല് അവരുടെ ആ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ അവരുടെ ആ ഒരു നമ്മുടെ കസ്റ്റമറിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ തെറ്റുകൾ നമ്മളെക്കാട്ടും നന്നായിട്ട് ബാക്കിയുള്ളവർക്ക് പെട്ടെന്ന് പറ്റും.
കണ്ടുപിടിക്കാൻ പറ്റും. അത് മനുഷ്യന്റെ ഒരു ക്വാളിറ്റിയാണത്. അത് ഒരു പരിധി വരെ നല്ലതാണ്, കൂടിപ്പോയ പ്രശ്നമാണ്. സോ ഇറ്റ് ഹെൽപ്സ് ദ സെൻഡർ ഇൻ കൺഫേമിംഗ് ദാറ്റ് ദ കറക്റ്റ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് മെസ്സേജ് ബൈ ദ ഡീകോഡർ. വലിയ പ്രശ്നമാണ് ഈ കമ്മ്യൂണിക്കേഷൻ സമയത്ത്. നമ്മൾ സെൻഡർ പറഞ്ഞ കാര്യം ഒന്നും ആയിരിക്കില്ല റിസീവർ മനസ്സിലാക്കുക ചില സമയത്ത്. അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ അത് എത്തും. അപ്പോ ഈ രണ്ട് രീതിയിൽ ഈ ഫീഡ്ബാക്ക് വരും. വെർബൽ ആയിട്ടും വരാം, നോൺ വെർബൽ ആയിട്ടും വരാം. നോൺ വെർബൽ എന്ന് പറയുമ്പോൾ ചിലപ്പോ ചിരിയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സൈന് തരുമായിരിക്കും. അതിന് വെർബൽ എന്ന് പറയുമ്പോൾ വേർഡ്സിലൂടെ പറയുന്നതായിരിക്കും. അത് ഇനി റിട്ടേൺ ഫോമിലും നമുക്ക് പറയാൻ പറ്റും, ലൈക്ക് മെമ്മോസ്, റിപ്പോർട്ട്സ്, ഇതൊക്കെ ഫീഡ്ബാക്ക് ആണ്. ഓക്കെ, പിന്നെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു നല്ലൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ ബാരിയേഴ്സ്. അതായത് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എന്താ എന്താ കേൾക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് കമ്മ്യൂണിക്കേഷൻ എന്തോ ഒരു തടസ്സം ഉണ്ട് അവിടെ. അപ്പൊ പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ട്. ഫിസിക്കൽ ബാരിയേഴ്സ്, അതായത് എന്താ പറയാ, ഇപ്പോ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ന്യൂസ് ഭയങ്കരമായിട്ടുണ്ട്, പിന്നെ പുവർ ലൈറ്റിംഗ് ആണ്, കാണുന്നില്ല, പിന്നെ ചൂട്, ഭയങ്കര ഹോട്ട് ആയിട്ടിരിക്കുക അല്ലെങ്കിൽ ഭയങ്കര കോൾഡ് ആയിട്ടിരിക്കുക, ഇതൊക്കെ ഫിസിക്കൽ ആയിട്ടുള്ള ബാരിയേഴ്സ് ആണ്. പിന്നെ ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാല് ഇപ്പം ഇമോഷൻസ് ലൈക്ക് ആങ്കർ, സാഡ്നെസ് ക്യാൻ ചേഞ്ച് ഒബ്ജക്ടിവിറ്റി. അതായത് ഒരാൾ എക്സ്ട്രീം നെർവസ് ആയിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ നീഡിങ് ടു റൈറ്റ് നോ മാറ്റർ വാട്ട്, ലൈക്ക് ഒട്ടും എന്തല്ല ആ ഒരു കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആയിട്ട് ഉണ്ടാവില്ല. ആള് അതിൽ ഇമോഷണലി അതുമായിട്ട് കണക്ട് ആയിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പറയുന്ന ഒരാൾ കേൾക്കുക എന്നുള്ളത് ചുമ്മാ നമ്മളെ നോക്കിയിരിക്കുന്നത് കൊണ്ടായില്ല, അയാളുടെ മൈൻഡിലോട്ട് അത് പോണം, അത് പ്രശ്നമാണ്. പിന്നെ ലാംഗ്വേജ്, അതായത് ഒരാൾക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിലായിരിക്കണം അയാളോട് സംസാരിക്കണം. അല്ലെങ്കിൽ അത് ഇനി എത്ര വലിയ കാര്യമാണ് പറയുന്നെങ്കിലും ഒരാൾക്ക് കേട്ടിട്ട് അത് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ ചില ആളുകൾ ചില സ്ലാങ്ങിൽ പറയുമ്പോ അല്ലെങ്കിൽ ചില ഭയങ്കര കടുകട്ടിയ വാക്കൊക്കെ ഉപയോഗിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ലാംഗ്വേജ് ഒരു പ്രശ്നമാണ്. പിന്നെ നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ബാരിയേഴ്സ് ഉണ്ടല്ലോ, അതായത് നമ്മൾ വല്ല അസുഖമായിട്ട് ഇരിക്കുകയെ അല്ലെങ്കിൽ കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ കേൾക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഈ പെയിനിലൂടെയൊക്കെ കടന്നു പോവുകയാണെങ്കിലൊന്നും നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ ഒന്നും അത്ര എഫക്റ്റീവ് ആയിട്ട് തോന്നത്തില്ല. പിന്നെ പ്രോബ്ലം വിത്ത് സ്ട്രക്ചർ ഡിസൈൻ, അതായത് കമ്പനീസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ ഒട്ടും ക്ലിയർ അല്ലാത്ത അവസ്ഥ, അതായത് കമ്മ്യൂണിക്കേഷൻ അത് ഒത്തിരി ഡിഫിക്കൽട്ട് ഉണ്ടാക്കും. അത് നമ്മൾ ഓൾസോ ടു ബ്ലെയിം ഫോർ ഫോൾട്ടി കമ്മ്യൂണിക്കേഷൻ ആർ ബാഡ് ഇൻഫർമേഷൻ സിസ്റ്റം. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങള്. ആളുകൾക്ക് നമ്മൾ എത്ര നല്ല കാര്യമോ എത്ര വലിയ കാര്യവും പറഞ്ഞോട്ടെ, ഇത് കേൾക്കേണ്ട ആള് മര്യാദയ്ക്ക് കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പിന്നെ കൾച്ചറൽ നോയ്സ്, അതായത് ചില സമയത്ത് സ്റ്റീരിയോടിപ്പിക്കൽ അസംഷൻസ് അബൌട്ട് ഉണ്ടാവും. അതായത് അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു കൾച്ചറൽ നോയ്സ് ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ആളുകളെ വല്ലാതെ മുൻവിധി ധാരണയോടൊക്കെ നോക്കി കണ്ട പ്രശ്നമാണ്. പിന്നെ ലാക്ക് ഓഫ് കോമൺ എക്സ്പീരിയൻസ് ഇല്ലാത്ത അവസ്ഥ, പറയുന്ന വാക്കുകളിൽ തന്നെ ഒരു അവ്യക്തമായിട്ടിരിക്കുക, ഒരു ഒരു സെന്റൻസിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുക. എനിക്കൊക്കെ ഉള്ള പ്രശ്നമാണ്. എന്നോടൊക്കെ ഒരു കാര്യം ഒന്നോ രണ്ടോ കാര്യമൊക്കെ ഒറ്റ സമയത്ത് പറഞ്ഞാൽ ഓക്കെ നമുക്ക് മനസ്സിലാവും. ഇത് ഒറ്റ സ്ട്രക്ചറിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ഇതിപ്പോ എന്താ കഥ, എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ റീകളക്ട് ചെയ്ത് എടുത്ത് അത് പറയാന്ന് പറയുന്നത്. അപ്പം അത് എന്നെ സംബന്ധിച്ച് ചില ആളുകൾക്ക് പറ്റില്ല, എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. പക്ഷെ പറ്റുന്നവരുണ്ട്, പറ്റാത്തവരുണ്ട്. പക്ഷെ ഫോർ എ സ്റ്റാൻഡേർഡ് നമ്മൾ ടു മച്ച് ഓഫ് ഇൻഫർമേഷൻ അറ്റ് സ്ട്രക്ചറിൽ കൊടുക്കുന്നത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പിന്നെ അസംഷൻസ് ആൻഡ് ജമ്പിങ് ടു കൺക്ലൂഷൻസ്, അതായത് എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങോട്ട് തീരുമാനം എടുക്കുക. ദിസ് ക്യാൻ മേക്ക് someone reach a decision about something before listening to all the facts. പകുതിയെ കേട്ടിട്ടുണ്ടാവുള്ളൂ, അപ്പോഴത്തേക്ക് ചാടി കയറി തീരുമാനം എടുക്കുക. അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ആക്ച്വലി സെക്കൻഡ് ഹാഫിലായിരിക്കും അതിന്റെ റിയൽ കാര്യം നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോഴേക്ക് ചാടി കയറി തീരുമാനം എടുത്ത് അത് കൊളാക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ബാരിയേഴ്സ്, കാര്യങ്ങൾ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഇമോഷൻസ്, നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ഡിഫറൻസ്, ഒത്തിരി കാര്യങ്ങൾ, ഇൻഅറ്റൻഷൻ, ക്ലോസ്ഡ് മൈൻഡ്, ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസ്, അങ്ങനത്തെ ഒത്തിരി ബാരിയേഴ്സ് അതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്ന നമുക്ക് അടുത്ത് പഠിക്കാനുള്ളതാണ് കോർഡിനേഷൻ. നമ്മൾ അടുത്തൊരു ചാപ്റ്റർ ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഡയറക്ഷനിൽ നമ്മൾ നോക്കിയത്. ഇമ്പോർട്ടന്റ് ആണ്. മോട്ടിവേഷൻ ആണെങ്കിലും ലീഡർഷിപ്പ് ആണെങ്കിലും അതേപോലെ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. നല്ല രീതിയിൽ തന്നെ പഠിക്കുക, മനസ്സിലാക്കുക, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.